മുത്തങ്ങ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് 140 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 105 കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് 14 കിലോമീറ്ററും അകലെ കിടക്കുന്ന ഈ പ്രദേശം വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വൈൽഡ് ലൈഫ് ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, മുതുമലൈ, നാഗർഹോളെ വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ എന്നിവയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ആന, കടുവ, പുള്ളിപ്പുലി എന്നിങ്ങനെ വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്തിൻ്റെ ആവാസ കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ നിത്യഹരിത വനഭൂവിൽ കരിമരുത്, ദേവദാരു, മുള തുടങ്ങിയ നിരവധി സസ്യലതാദികളും തഴച്ചു വളരുന്നുണ്ട്. എന്നാൽ കേരള ചരിത്രത്തിൽ മുത്തങ്ങ എന്ന പേരിന് ഇതുവരെ പറഞ്ഞ നിർവചനങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് മുത്തങ്ങയെക്കുറിച്ചുള്ള വിവരണം ഉപസംഹരിച്ചാൽ അത് ചരിത്ര നിഷേധമാകും. വയനാട്ടിലെ ഗോത്രവർഗ ജനതയോട് നമ്മൾ ചെയ്യുന്ന കൊടിയൊരു അപരാധമാകും. കാരണം ഇന്നേക്ക് 22 വർഷം മുമ്പ് നാടുഭരിച്ചിരുന്ന ഗവൺമെൻറ്, അതിൻ്റെ മർദ്ദന ഉപകരണങ്ങളായിട്ട് മാറിയ പോലീസ്, ഈ നാട്ടിലെ ജനങ്ങൾ, ഇത് മൂന്നും ഒരുപോലെ കൈകോർത്തുകൊണ്ട് വയനാട്ടിലെ ട്രൈബൽ ജനതയ്ക്ക് നേരെ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധത്തിലുള്ള കൊടും ക്രൂരതകൾ പ്രവർത്തിച്ചു. അങ്ങനെയൊരു വലിയ അനീതിയുടെ പേര് കൂടിയാണ് മുത്തങ്ങ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 26-ന് നരിവേട്ട എന്ന മലയാള സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമയുടെ ട്രെയിലറും ഇതുവരെയുള്ള വിവരങ്ങളുമൊക്കെ കണ്ട നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ആദ്യം ഉണർന്നു കാണുക മുത്തങ്ങ സംഭവത്തിൻ്റെ ഓർമ്മകൾ തന്നെയാകും. ഫെബ്രുവരി 19 പകൽ മുത്തങ്ങ വനമേഖലയുടെ ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് 800-ലധികം പേർ വരുന്ന ഒരു പോലീസ് സംഘം കാട്ടിനുള്ളിലേക്ക് കടന്നു കയറി. അവിടെ സമരത്തിലായിരുന്ന ഗോത്രമഹാസഭാ പ്രവർത്തകർ അടക്കമുള്ള ആദിവാസികളെ അവർ നിർദാക്ഷിണ്യം ആക്രമിച്ചു. ലാത്തി കൊണ്ട് അടിച്ച് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ലാതെ അവരിൽ പലരെയും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. 18 റൗണ്ട് വെടിപൊട്ടി. ഒടുവിൽ എല്ലാം അടങ്ങിയപ്പോൾ പ്രാണൻ നഷ്ടമായത് വിനോദ് എന്നു പേരുള്ള ഒരു പോലീസുകാരനും ജോഗി എന്നു പേരുള്ള ഒരു ആദിവാസിക്കുമെന്ന് പോലീസ് റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് 4 ആദിവാസികളെന്ന് അനൗദ്യോഗിക കണക്കുകൾ. മുത്തങ്ങയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ബോയിലിംഗ് പോയിന്റ് വരെയും പോയതിന് പിന്നിലുള്ളത് വർഷങ്ങൾ നീണ്ടുനിന്ന ആദിവാസി ചൂഷണത്തിൻ്റെയും അവഗണനകളുടെയും കൈപ്പേറിയ ചരിത്രാനുഭവങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ ജനതയെ മുഖ്യധാരയിൽ നിന്ന് അരികുവൽക്കരിച്ചു മാറ്റി നിർത്തിയ പൊതുസമൂഹം അവരോട് ചെയ്ത ക്രൂരതകൾ ഒരു പ്രായശ്ചിത്തം കൊണ്ടും പരിഹരിക്കാനാവുന്നതല്ല. 2003 ഫെബ്രുവരി 19 മുത്തങ്ങയുടെ മണ്ണിനെ ചോര ചുവപ്പിച്ചുകൊണ്ട് അരങ്ങേറിയ ആദിവാസി പോലീസ് സായുധ സംഘർഷത്തിന്റെ കഥ. സ്വന്തമെന്ന് പറയാൻ അല്പം ഭൂമിക്ക് വേണ്ടി സ്റ്റേറ്റിനോട് പടവെട്ടുന്നതിനിടയ്ക്ക് കേരളത്തിലെ ഗോത്രവർഗ ജനതയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഭരണകൂട ഭീകരതയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഈ മാസം മുതൽ വല്ലാത്തൊരു കഥയുടെ എപ്പിസോഡുകൾ അടിസ്ഥാനമാക്കി നമ്മളൊരു ക്വിസ് കോൺടെസ്റ്റ് കൂടി ആരംഭിക്കുന്നുണ്ട്. ഓരോ മാസാവസാനവും ആ മാസത്തെ എപ്പിസോഡുകളിലെ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്വിസ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റായി നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റിനൊപ്പമുള്ള ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തണം. ശരിയുത്തരം പറഞ്ഞവരിൽ നിന്ന് നിശ്ചിത എണ്ണം ആളുകളെ യൂട്യൂബ് ലൈവിൽ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ നൽകും. വല്ലാത്തൊരു കഥയെ എത്രത്തോളം ഗൗരവത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും സമീപിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാനാണ് ഈ ഉദ്യമം. എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത കാല എന്ന സിനിമയിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്ന കരികാലൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. നിലം ഉങ്ങൾക്ക് അധികാരം, നിലം എങ്ങൾക്ക് വാഴുകൈ. ഭൂമി നിങ്ങൾക്ക് അധികാരമാണ്, പക്ഷേ ഞങ്ങൾക്ക് അത് ജീവിതമാണ് എന്നർത്ഥം. ആ സിനിമയിലൂടെ സംവിധായകൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ആറ്റിക്കുറുക്കിയെടുത്ത ഒരൊറ്റ വരി കൂടിയാണത്. സിനിമയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞത് മുംബൈ ധാരാവിയിലെ ചേരി നിവാസികളായിട്ടുള്ള പാവപ്പെട്ടവരെ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞത് അവരെക്കാൾ ബാധകമാണ് കേരളത്തിലെ ഗോത്രവർഗ ജനതയ്ക്ക്. 3.5 കോടിയോളം വരുന്ന കേരളത്തിലെ ജനസംഖ്യയുടെ കേവലം 1.14% മാത്രമേ ആദിവാസികളുള്ളൂ. പല പല ഗോത്രങ്ങളായിട്ട് വേറിട്ട് നിൽക്കുകയാണ് എങ്കിലും അവരുടെ സോഷ്യൽ ഒറിജിൻ ഒന്നു തന്നെയാണ്. കയറിക്കിടക്കാനും വേണ്ടി വന്നാൽ ക്രയവിക്രയം നടത്താനുമുള്ള അധികാരാവകാശങ്ങളോടുകൂടി സ്വന്തമായി അത്യാവശ്യം ഭൂമി വേണമെന്നുള്ളത് ആദിവാസികളുടെ എല്ലാ കാലത്തെയും പ്രധാന ആവശ്യങ്ങളിലൊന്നാണ്. അതെല്ലാ കാലത്തും അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായിരുന്നു. ആലോചനയുടെയും അപേക്ഷയുടെയും സ്വരത്തിലുള്ള പരശതം പരിശ്രമങ്ങൾ വ്യർത്ഥമായപ്പോഴാണ് ഒടുവിൽ ഗോത്രവർഗ്ഗക്കാർ സമരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും പാത പിടിച്ചു തുടങ്ങിയത്.
കേരളത്തിലെ ആദിവാസികൾ സ്റ്റേറ്റിനോട് ഇന്നോളം നടത്തിയിട്ടുള്ള പ്രതിരോധങ്ങളുടെ അടിവേരുകൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ചരിത്രത്തിലൂടെ കുറച്ചധിക കാലം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. വയനാട്ടിലെ ആദിവാസികളുടെ ഭൂ അവകാശങ്ങൾക്കുമേൽ ആദ്യം വീണ നിഴൽ അവിടേക്ക് കുടിയേറിപ്പാർത്ത വരത്തന്മാരുടേതായിരുന്നു. ആദ്യം എത്തിയത് ജൈനരായിരുന്നു. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കബനി നദി താണ്ടി പനമരത്തെത്തി അവിടെ പാർപ്പുറപ്പിച്ച ജൈനർ പിന്നീട് വയനാടൻ കാടുകളിൽ പലയിടത്തും സ്വന്തം പുരയിടങ്ങൾ തീർത്തു. ജന്മിമാരിൽ നിന്ന് ആദ്യം പണം കൊടുത്ത് സ്ഥലം വാങ്ങുന്ന അവർ പിന്നീട് ചുറ്റുമുള്ള കാടുകൾ കൂടി വെട്ടിപ്പിടിച്ചപ്പോൾ നഷ്ടം വന്നത് തദ്ദേശീയരായിട്ടുള്ള ഗോത്രവംശജർക്കായിരുന്നു. അതിനു പിന്നാലെയാണ് ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിൻ്റെ വരവുണ്ടാവുന്നത്. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ദൗത്യത്തിന് ഇന്ധനം പകരാൻ പോകുന്ന വിലപിടിപ്പുള്ള വിഭവങ്ങളുടെ കലവറയാണ് ഇന്ത്യയിലെ കാടുകൾ എന്ന് തിരിച്ചറിയുന്ന അവർ ഇന്ത്യൻ വനങ്ങളെയും അവയെ ആശ്രയിച്ച് കഴിയുന്നവരെയും പരമാവധി ചൂഷണം ചെയ്തു. കാടിൻ്റെ ഉടമസ്ഥരായിരുന്ന ആദിവാസികൾക്ക് ആദ്യം അവർ വനാവകാശങ്ങൾ നിഷേധിച്ചു. പിന്നാലെ താങ്ങാനാവാത്ത കരങ്ങൾ ചുമത്തി അവരെ പൊറുതി പൊട്ടിച്ചു. ജനം സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിച്ചു. ആദ്യത്തെ വിപ്ലവം ഉണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പഴശ്ശിരാജയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഗറില്ല സൈന്യത്തിലെ പോരാളികളിൽ പലരും വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ തന്നെയായിരുന്നു. വർഷങ്ങൾ നീണ്ടുവന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ 1805 നവംബർ 29-ാം തീയതി പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ വീരചരമം അടഞ്ഞതോടെ ആ ചെറുത്തുനിൽപ്പുകൾക്ക് അന്ത്യമായി. അതിനുശേഷം വയനാട്ടിലെ ഗോത്രവർഗ യുവാക്കളിൽ പലരും ആ മലനിരകളിൽ തേയില കാപ്പിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച ബ്രിട്ടീഷ് പ്ലാന്റർമാരുടെ കീഴിൽ കാർഷിക തൊഴിലാളികളാകാൻ നിർബന്ധിതരായി. 1812 മാർച്ച് 22-നാണ് കേരളത്തിലെ ആദിവാസികൾ ഭരണകൂട നയങ്ങൾക്കെതിരെ ആദ്യമായിട്ട് സംഘടിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മാനന്തവാടിക്കടുത്തുള്ള നല്ലൂർ നാട്ടിൽ ഒരുപറ്റം കുറിച്ചരും കുറുമരും പരസ്യമായി സമ്മേളിച്ച സംഭവമായിരുന്നു അത്. കൊല്ലും കൊലയും നടത്തിയാണ് കമ്പനി പട്ടാളം അന്ന് ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത്. അതിനുശേഷം 1865 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വനം സംരക്ഷിക്കാനുള്ള ചട്ടങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിലെ നിർദ്ദേശങ്ങളാണ് പിന്നീട് 1878 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന പേരിൽ നിയമമാവുന്നത്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം തന്നെ തദ്ദേശവാസികളായിട്ടുള്ള ഗോത്രവംശജർക്ക് അവരുടെ ആവാസ വ്യവസ്ഥകളായിട്ടുള്ള കാടുകളെ സ്വന്തമായിട്ട് പരിപാലിക്കാനുള്ള ശേഷിയില്ല, അതിന് പരിശീലനം സിദ്ധിച്ച കൃത്യമായി ഏകോപിതമായിട്ടുള്ളൊരു ബ്യൂറോക്രസി വേണം എന്നുള്ളതാണ്. 1878 നിയമത്തെ പരിഷ്കരിച്ചുകൊണ്ട് 1927 നിലവിൽ വന്ന അടുത്ത വന നിയമവും ചെയ്തത് ഇന്ത്യയിലെ കാടുകൾക്ക് മേൽ സ്റ്റേറ്റിനു മാത്രമുള്ള അധികാരങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് പ്രകൃതി വിഭവങ്ങൾക്കുമേൽ സ്റ്റേറ്റിനുള്ള ഓണർഷിപ്പിനെ എൻഡോഴ്സ് ചെയ്യാൻ വേണ്ടി 1972 ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസി, 2006 ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നിങ്ങനെ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അഥവാ വനസംരക്ഷണ നിയമപ്രകാരം കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ട ഭൂമിയായിട്ട് മാറുന്നു. തലമുറകളായിട്ട് വനഭൂമിയിൽ കഴിഞ്ഞിരുന്ന കുറേ മനുഷ്യർ അതോടെ ഒരു സുപ്രഭാതത്തിൽ പിറന്നു വീണ ഭൂമിയിൽ തന്നെ കയ്യേറ്റക്കാരായിട്ട് മാറി. അവർക്കുമേൽ വനപാലകർ അധികാരത്തിൻ്റെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കാനും തുടങ്ങി. ക്രമേണ ഇതേ നിയമത്തിൻ്റെ മറവിൽ അന്നുവരെ ആദിവാസികൾ ശേഖരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വനവിഭവങ്ങളും അവർക്ക് നിഷിദ്ധമായിട്ട് മാറി. ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാർക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് നേരിടേണ്ടി വന്ന കടുത്ത അനീതികളാണ് അവരെ വനാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കനൽ വഴികളിലേക്ക് നയിക്കുന്നത്. ആദ്യത്തെ വിപ്ലവം ഉണ്ടായി ഏതാണ്ട് 1.5 നൂറ്റാണ്ടിന് ശേഷം 1960-കളിലാണ് വയനാടൻ കാടുകളിൽ കലാപത്തിൻ്റെ അടുത്ത അലയടി ഉണ്ടാവുന്നത്. അതിന് കാരണമായത് 50-കളുടെ തുടക്കത്തിൽ അന്നത്തെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഫെയിൽഡ് പോളിസിയാണ്. ഗോത്രവർഗ്ഗക്കാരെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ മദ്രാസ് സർക്കാർ അന്ന് ചെയ്യുന്നത് ഗോത്രവർഗ്ഗക്കാർക്കും കുടിയേറ്റ കർഷകർക്കും കൃഷിഭൂമി അനുവദിക്കുകയാണ്. അന്നുവരെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ മാത്രം ചെയ്ത് ശീലിച്ചിരുന്ന ട്രൈബൽസിനെ ഒരിടത്ത് സെറ്റിൽ ചെയ്ത് കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. എന്നാൽ ഈ സെറ്റിൽഡ് അഗ്രികൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വരുന്ന ട്രൈബൽസ് ചെയ്യുന്നത് കുടിയേറ്റക്കാർക്ക് തങ്ങളുടെ ഭൂമി കൂടി ലീസിന് കൊടുത്ത് കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ്. എന്നാൽ ഇങ്ങനെ പാട്ടത്തിന് നൽകപ്പെട്ട ആദിവാസി ഭൂമി മുഴുവനും അധികം വൈകാതെ ധനികരായിട്ടുള്ള കുടിയേറ്റ കർഷക ജന്മിമാർ സ്വന്തമാക്കുന്നു. ഈ ജന്മികളിൽ നിന്ന് പണം കടം വാങ്ങി പല ആദിവാസികളും ആജീവനാന്തം അവരുടെ തോട്ടങ്ങളിൽ അടിമപ്പണി ചെയ്യാനും നിർബന്ധിതരാകുന്നു. വയനാട്ടിലെ ജന്മിമാരുടെ ചൂഷണങ്ങൾക്കെതിരെ പണിയ അടിയ സമുദായത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ ഒടുവിൽ സംഘടിക്കുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് വയനാടൻ കാടുകളിൽ കാറ്റുപിടിച്ച നക്സലൈറ്റ് പ്രസ്ഥാനവും അതിന് ഊർജം പകരുന്നു. ആദിവാസി നേരിടുന്ന ചൂഷണങ്ങളെ ചോദ്യം ചെയ്യാനും ഈ പ്രസ്ഥാനത്തിന് ഒരു പരിധിവരെ അന്ന് കഴിയുന്നുണ്ട്. അടിയോരുടെ പെരുമൻ എന്നറിയപ്പെട്ടിരുന്ന സഖാവ് വർഗീസ്
അന്ന് ആദിവാസി നേതാക്കളായിരുന്ന ചോമൻ മുപ്പൻ, MP കാളൻ എന്നിവരോട് ചേർന്നുകൊണ്ട് സായുധമായി തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി. വയനാടൻ കാടുകളിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കമുണ്ടായ ഇക്കാലത്ത് നാട്ടിലെ ജന്മിമാരിൽ പലരും ജനകീയ വിചാരണകൾക്കും ഉന്മൂലനത്തിനും ഇരയായി. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് നക്സൽ പ്രസ്ഥാനം അടിച്ചമർത്തപ്പെട്ടതോടെ ഈ പ്രതിരോധങ്ങളുടെ ശക്തി ചോർന്നുപോയി. 1975 ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് 20 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ അതിലെ 10ാമത്തെ ഐറ്റം പട്ടികവർഗക്കാരുടെ, അതായത് ഗോത്രവംശജരുടെ ക്ഷേമം ഉറപ്പുവരുത്തൽ കൂടി അടിവരയിട്ട് പറഞ്ഞ ഒന്നാണ്. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേന്ദ്രത്തിലും കേരളത്തിലും വന്ന ഗവൺമെന്റുകൾ അക്കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇനി കേരളത്തിലെ പ്രാദേശിക നയങ്ങൾ ഇഴകീരി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോത്രവംശജരുടെ വനാവകാശങ്ങളെ അപകടത്തിലാക്കുന്ന മട്ടിൽ വേറെയും നയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാം. 1978 കേരള സർക്കാർ നടത്തിയ ഒരു സർവേയിൽ 66നും 76നും മധ്യയുള്ള 10 വർഷങ്ങളിൽ 3546 ആദിവാസി കുടുംബങ്ങളുടെ 9859 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടതായിട്ട് കണ്ടെത്തുകയുണ്ടായി. അതിൽ 92.2% ആദിവാസികളല്ലാത്തവർ വ്യാജരേഖ ചമച്ചും ആദിവാസി ഉടമകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കൈക്കലാക്കിയതായിരുന്നു. 1975 ഏപ്രിൽ 25-ന് അന്ന് കേരളം ഭരിച്ചിരുന്ന അച്യുതമേനോൻ സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. അതിൻ്റെ പേര് ദ കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്സ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ഏലിയനേറ്റഡ് ലാൻഡ്സ് ആക്ട് എന്നായിരുന്നു. ഭൂമി കൈമാറൽ നിയന്ത്രണവും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കലും സംബന്ധിച്ച് അതിൽ കർക്കശമായിട്ടുള്ള പുതിയ ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു പുതിയ നിയമം പാസ്സായതല്ലാതെ അതൊരിക്കലും നടപ്പിലാവുന്നില്ല. 1987 EK നായനാരുടെ കാലത്ത് ഈ നിയമം നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുവെങ്കിലും അത് സംഭവിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണ് 1993 പൗരാവകാശ പ്രവർത്തകനായ ഡോക്ടർ P. നല്ലതമ്പി തേര കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിക്കുകയും 1975 അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുകൊടുക്കൽ നിയമം നടപ്പിലാക്കാൻ കേരള സർക്കാരിനോട് കൽപ്പിക്കുന്ന ഒരു വിധി സമ്പാദിക്കുകയും ചെയ്യുന്നത്. 93 കരുണാകരൻ സർക്കാർ നിലവിലുള്ള എല്ലാ അപേക്ഷകളിലും തീർപ്പുണ്ടാക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് കോടതിയോട് ബോധിപ്പിക്കുന്നു. എന്നാൽ അത് കാര്യങ്ങൾ കൂടുതൽ മന്ദഗതിയിലാക്കാനുള്ള ഉദ്ദേശത്തിൽ ആയിരുന്നുവെന്നു മാത്രം. 1995 AK ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ കേരളം 75 നിയമത്തെ പുതിയൊരു ഓർഡിനൻസിലൂടെ ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ഈ ഓർഡിനൻസിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് നിരീക്ഷിച്ചുകൊണ്ട് അതിനെ തിരിച്ചയക്കുന്നു. എന്നാൽ ആദിവാസികളുടെ കൂമ്പടയ്ക്കാനുള്ള ആ നിയമ ഭേദഗതി ഒടുവിൽ ഒരൽപ്പം വൈകിയാണെങ്കിലും നടപ്പിലാവുക തന്നെ ചെയ്യുന്നു. 1999 നായനാർ വീണ്ടും അധികാരത്തിലെത്തിയ പാടെ പാസാക്കിയ ആദ്യത്തെ നിയമ ഭേദഗതികളിലൊന്ന് അതായിരുന്നു. നായനാർ ഗവൺമെൻറ് 1975 അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുകൊടുക്കൽ നിയമത്തിൽ പുതിയൊരു ഭേദഗതി കൊണ്ടുവരുന്നു. 75 നിയമപ്രകാരം കയ്യേറ്റം ചെയ്യപ്പെടുന്ന വനഭൂമി സർക്കാർ പിടിച്ചെടുത്ത് ആദിവാസികൾക്ക് തിരികെ നൽകണമായിരുന്നു. സുപ്രീം കോടതി ഈ നിയമത്തിൽ ബാധകമായ കയ്യേറ്റങ്ങളുടെ കട്ട് ഓഫ് വർഷമായിട്ട് കണക്കാക്കിയത് 1971 വരെയായിരുന്നു. നായനാർ സർക്കാർ പാസാക്കിയ പുതിയ നിയമത്തിൽ ഈ കട്ട് ഓഫ് വർഷം 1986 ആക്കി ഇളവ് ചെയ്തു കൊടുക്കുന്നു. അതോടെ 1986 വരെ നടന്നിട്ടുള്ള എല്ലാ ഭൂമി കയ്യേറ്റങ്ങൾക്കും നിയമസാധുത കിട്ടുന്നു. കയ്യേറ്റക്കാർ കൈവശം വയ്ക്കുന്ന 5 ഏക്കർ വരെയുള്ള ആദിവാസി ഭൂമിക്ക് പട്ടയവും ആ നിയമം അനുവദിച്ചു കൊടുക്കുന്നു. 75 നിയമത്തെ അട്ടിമറിക്കുക, ആദിവാസികൾക്ക് അവർക്ക് നഷ്ടമായ ഭൂമിക്ക് പകരം മറ്റെവിടെയെങ്കിലും തരിശുഭൂമികൾ അനുവദിച്ച് അവരെ ഒതുക്കുക, അതുവഴി കയ്യേറ്റക്കാരെ സഹായിക്കുക എന്നതൊക്കെ ആയിരുന്നു ഈ ഭേദഗതിയുടെ ഗൂഢലക്ഷ്യം. കേരള നിയമസഭയിലെ ഇടതു വലത് ബ്ലോക്കുകൾ തമ്മിൽ അഭൂതപൂർവമായ ഐക്യം ദൃശ്യമായ ആ നിയമ ഭേദഗതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചതും സഭയിൽ അന്നതിനെ തുറന്നെതിർത്തതും ഒരേ ഒരു MLA മാത്രമായിരുന്നു. അന്നത്തെ അരൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള JSS നേതാവ് KR ഗൗരിയമ്മ. കേരള രൂപീകരണത്തിന് ശേഷമുണ്ടായ ഏറ്റവും പിന്തിരിപ്പിനായിട്ടുള്ള നിയമം എന്നാണ് അന്ന് ഗൗരിയമ്മ നിയമസഭയിൽ ഈ ഭേദഗതിയെ വിശേഷിപ്പിച്ചത്. വയനാട്ടിൽ 2 ലക്ഷം ആദിവാസികൾ ഉണ്ടെങ്കിൽ 4 ലക്ഷം കയ്യേറ്റക്കാർ കൂടിയുണ്ട്, നിങ്ങൾക്ക് വോട്ടാണ് പ്രധാനം, സാമൂഹിക നീതി അല്ല എന്ന് അന്ന് KR ഗൗരിയമ്മ തൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്നും സഭാരേഖകളുടെ ഭാഗമാണ്. 1975 അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുകൊടുക്കൽ നിയമം ഇങ്ങനെ വരും വർഷങ്ങളിൽ വിവിധ ഭേദഗതികളാൽ അട്ടിമറിക്കപ്പെട്ടതോടെ ജനാധിപത്യ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ആദിവാസി ജനത സംഘടിതമായി പിന്നീട് നടത്തിയ നിരവധി ഭൂസമരങ്ങൾക്കാണ്. 1992 രൂപീകരിക്കപ്പെട്ട സൗത്ത് സോൺ ആദിവാസി ഫോറമാണ് 90കളിൽ വയനാട്ടിൽ ആദിവാസി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന സംഘടന. 1994 അമ്പുകുത്തിയിലും 95 കോളിക്കമ്പാളിയിലും ചീങ്കേരിയിലും പനവല്ലിയിലുമൊക്കെ ആദിവാസി ഭൂസമരങ്ങൾ ഉണ്ടായി വന്നു. അങ്ങനെ അടിമുടി സമരവീര്യത്തിൽ ആവാഹിച്ചു നിന്ന വയനാടൻ മണ്ണിലേക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സമര നേതാവ് ഉയർന്നു വന്നു.
വയനാടൻ ഗോത്രവർഗ പോരാട്ടങ്ങളുടെ വീര്യം തുളുമ്പുന്ന ആ നേതാവിൻ്റെ പേര് CK ജാനു എന്നായിരുന്നു. തുടർന്ന് 1997-98 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ തിരുവോണപ്പുറം ആറളം ഭാഗത്തും തുടർന്ന് കുണ്ടളയിലും അട്ടപ്പാടിയിലെ തൂവപ്പതിയിലും നടന്ന ഭൂസമരങ്ങൾ ആദിവാസികളുടെ അതിജീവന പോരാട്ടങ്ങളെ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ സമഗ്രമായ നിലയിൽ അവതരിപ്പിക്കുന്നവയായിരുന്നു. 1999-2001 കാലഘട്ടത്തിൽ ആദിവാസികൾക്കിടയിൽ പട്ടിണി മരണങ്ങൾ വ്യാപകമായി. 2001 മാത്രം മരിച്ചത് 30ഓളം പേരായിരുന്നു. അതിൽ ഏറ്റവും മരണം നടന്നത് വയനാട്ടിലുമായിരുന്നു. എന്നാൽ മദ്യപിച്ചും മലിനജലം കുടിച്ചുമാണ് ഇത്രയധികം മരണങ്ങൾ ഉണ്ടായത് എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു ആദ്യം സർക്കാർ ശ്രമിച്ചത്. ഈ ഘട്ടത്തിലാണ് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടവരല്ല ആദിവാസികൾ എന്ന പ്രഖ്യാപനവുമായി ആദിവാസി ദളിത് സമരസമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽക്കട്ടൽ സമരം ആരംഭിക്കുന്നത്. ഈ സമരത്തിന് മുന്നോടിയായി ആദിവാസി അവകാശ നേതാവ് CK ജാനു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ പ്രഖ്യാപന ജാഥയും നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലുമായി 2001 ഓഗസ്റ്റ് 29 മുതൽക്ക് ഒക്ടോബർ 16 വരെ അത് നീണ്ടുപോയി. തലസ്ഥാന നഗരം അന്നുവരെ സാക്ഷ്യം വഹിച്ചതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു സമരമുറ തന്നെയായിരുന്നു അത്. തുടക്കത്തിൽ CK ജാനുവും M ഗീതാനന്ദനുമടക്കം 30ഓളം പേരാണ് ഈ സമരത്തിനു വേണ്ടി വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി തലസ്ഥാനത്തേക്ക് വെച്ചുപിടിച്ചത്. അവർ 3 ജീപ്പിൽ ഷൊർണൂർ വരെ കടം പറഞ്ഞാണ് വന്നത്. അവിടെ നിന്ന് കള്ളവണ്ടി കയറി അവർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. സ്റ്റേഷനിൽ അവരെ TT തടഞ്ഞു നിർത്തി ടിക്കറ്റ് ചോദിച്ചു. അവർ കൈമലർത്തി. അതിൻ്റെ പേരിൽ കുറേ നേരം അവരെ പിടിച്ചു നിർത്തിയ ശേഷം എന്തുകൊണ്ടോ പോകാൻ അനുവദിച്ചു. ഈ 30 പേർക്ക് പുറമെ അധികം വൈകാതെ തന്നെ സമരത്തിൽ പങ്കുചേരാൻ വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും ആളുകളെത്തി. പനവല്ലി മിച്ചഭൂമിയിൽ സമരം നടത്തിയിരുന്നവരിൽ ഭൂരിഭാഗവും അന്ന് തലസ്ഥാനത്തെ ഈ കുടിൽക്കട്ടൽ സമരത്തിലും പങ്കാളികളായി. നോക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിന് ചുറ്റും 100 കണക്കിന് കുടിലുകൾ ഉയർന്നു. ക്ലിഫ് ഹൗസിന് മുന്നിലും സൂചനാത്മകമായ ഒരു കുടിൽ കെട്ടി ആദിവാസികൾ അന്ന് സമരം നടത്തുന്നുണ്ട്. സമരത്തിലേക്ക് വേണ്ടുന്ന അരിയും സാധനങ്ങളുമൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയാണ് ശേഖരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് സമരക്കാർ ആ പന്തലുകളിൽ തന്നെ അന്തിയുറങ്ങി. അടുത്തുള്ള പ്രവർത്തകരുടെ വീട്ടിൽ പോയി പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു. അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ദേവി ലോഡ്ജിൽ 3 മുറികളും സമരസമിതി എടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ സമരം വലുതായി വന്നു. 200 പേരിൽ തുടങ്ങി പിന്നീട് 1000ഓളം ആദിവാസി ജനതയുടെ പങ്കാളിത്തമുണ്ടായ ഒരു ഐതിഹാസിക അവകാശ പോരാട്ടമായിരുന്നു കുടിൽക്കെട്ടി സമരം. ആദിവാസികളല്ലാത്തവരുടെയും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പിന്തുണ സമരക്കാർക്ക് പോകെ പോകെ ലഭിച്ചു തുടങ്ങി. സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ആദിവാസികളുടെ പട്ടിണി മരണം അവസാനിപ്പിക്കാൻ എന്ന പേരിൽ 6 മാസം സൗജന്യ റേഷൻ കൊടുക്കാൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ UDF സർക്കാർ തീരുമാനിക്കുന്നു. പട്ടിണി മാറ്റാൻ ലോകത്ത് ഒരിടത്തും സൗജന്യ റേഷൻ ഉപകരിച്ചിട്ടില്ല. 6 മാസം കൊണ്ട് ആദിവാസികളുടെ ജീവിതം അവസാനിക്കുകയുമില്ല, ജീവിതം പിന്നെയും ബാക്കിയാണ്. അതുകൊണ്ട് ആദിവാസികൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമിയാണ് കൊടുക്കേണ്ടത് എന്ന് ഈ തീരുമാനത്തോട് അന്ന് ജാനു അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുന്നു. കുടിൽക്കെട്ടി സമരത്തിന് വലിയ ജനപിന്തുണ തന്നെ അന്ന് ലഭിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ളൊരു സമര രീതിയായിരുന്നു ഈ കുടിൽക്കെട്ടി സമരം. മുളകളും മറ്റും ഉപയോഗിച്ച് തലസ്ഥാന നഗരിയിൽ കുടിലുകെട്ടി ഗോത്ര ആചാരപരമായിട്ടുള്ള ശത്രുസംഹാര പൂജയും മറ്റും നടത്തിയായിരുന്നു സമരത്തിൻ്റെ തുടക്കം. അങ്ങനെ അവർ കാട്ടിനുള്ളിലെ അവരുടെ ഊരിനെ തന്നെ നാട്ടിലെ അധികാര കേന്ദ്രത്തിൻ്റെ മുന്നിൽ പുനഃസൃഷ്ടിച്ചു. ആട്ടവും പാട്ടുമൊക്കെയായി അവർ തങ്ങളുടെ സമരം തുടർന്നു പോയി. വലിയ മാധ്യമ ശ്രദ്ധ തന്നെ അന്ന് ഈ സമരം നേടുന്നുണ്ട്. കുറിച്യരും പണിയരും മലനായ്ക്കരും കാണികളും അടിയരുമൊക്കെയായി വേറിട്ടു നിന്നിരുന്ന ഒരു ജനവിഭാഗത്തെ ആദിവാസികൾ എന്ന ഏക സമുദായ സ്വത്വത്തിലേക്ക് ഉയർത്താനും ഏകീകരിക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. സമരം ഇങ്ങനെ നീണ്ടുപോയതോടെ അതിനെ പൊളിക്കാൻ വേണ്ടി അപവാദ പ്രചാരണങ്ങളും അന്ന് ശക്തമായി. ആ പ്രചാരണങ്ങൾ ആദ്യം നേടുന്നത് സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന CK ജാനുവിനെതിരെ തന്നെയായിരുന്നു. ജാനുവിനെ ഈ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവർ മാധ്യമങ്ങളിലൂടെ പരസ്യമായിട്ട് ആക്രമിച്ചു. ആദിവാസികളെ റോഡിൽ കിടത്തി ജാനു എന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് അന്തി ഉറങ്ങുന്നത് എന്നും ഹോട്ടലിൽ പോയി ചിക്കനും മട്ടനും മാത്രമാണ് കഴിക്കുന്നത് എന്നുമൊക്കെ പത്രത്തിൽ ഫോട്ടോ സഹിതം അച്ചടിച്ച് വാർത്തകൾ വന്നു. അന്ന് സമരക്കാർക്കൊപ്പം താനും സെക്രട്ടേറിയറ്റ് നടക്കലിലെ കുടിലിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്നും തന്നെ കാണാൻ വരുമായിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പം വല്ലപ്പോഴും ഒരു ചായ കുടിക്കാൻ പോയതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തായിരുന്നു അന്നത്തെ ആ കുപ്രചാരണമെന്നും പിന്നീട് ഒരു ചായ കുടിക്കാൻ പോകാൻ പോലും പേടിയായിരുന്നു എന്നുമൊക്കെ ട്രൂ കോപ്പിയിൽ എഴുതിയ ലേഖനത്തിൽ CK ജാനു പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. ഈ സമരം ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്കാണ് സർക്കാർ വക ഓണാഘോഷ പരിപാടികൾക്ക് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടി സമരക്കാർ തടയുന്നു. ആദിവാസികൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നാട്ടിൽ ഓണാഘോഷം എന്ന പേരിൽ ദൂർത്തു പാടില്ല എന്ന് അവർ തീർത്തു പറയുന്നു.
സമരക്കാരിങ്ങനെ റോഡിലിറങ്ങി ഓണാഘോഷ പരിപാടി തടയാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ചുറ്റും പോലീസ് നിരന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആദിവാസികൾ റോഡിൽ നിന്ന് നൃത്തം വയ്ക്കാൻ തുടങ്ങി. അവരുടെ ആ താണ്ഡവത്തിനിടയ്ക്ക് കാലിൽ ചവിട്ടുകൊണ്ട പോലീസ് അകന്നു നിന്നു. അങ്ങനെ വീണുകിട്ടിയ ഗ്യാപ്പിലൂടെ കടന്ന് ഓണാഘോഷ പരിപാടി വരുന്ന വഴിക്ക് CK ജാനു റോഡിന് കുറുകെ കിടക്കുന്നു. വനിതാ പോലീസ് ജാനുവിനെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അത് പക്ഷെ വലിയൊരു ബഹളത്തിൽ ചെന്ന് കലാശിക്കുന്നു. ആദിവാസി സ്ത്രീകളും വനിതാ പോലീസും തമ്മിൽ അന്ന് വലിയ തോതിൽ കയ്യാങ്കളിയും പിടിവലിയും നടക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു വനിതാ പോലീസിന്റെ സാരി ഈ ബഹളത്തിനിടയ്ക്ക് അഴിഞ്ഞു പോകുന്നു. എന്തായാലും ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിലെ മുഴുവൻ വനിതാ പോലീസും പാൻറ്റും ഷർട്ടും ഇടണമെന്ന് സർക്കാർ ഉത്തരവായി എന്ന് CK ജാനു ഓർത്തെടുക്കുന്നുണ്ട്. സമരം കൊണ്ട് ആദിവാസികൾക്ക് എന്ത് നേട്ടമുണ്ടായാലും ഇല്ലെങ്കിലും കേരളത്തിലെ വനിതാ പോലീസിന് ഷർട്ടും പാൻറ്റും യൂണിഫോം ആക്കാനുള്ള ഉത്തരവ്, അതും രായ്ക്കു രാമാനം ഇറങ്ങി എന്നത് ഈ സമരത്തിൻ്റെ ഫലങ്ങളിലൊന്നാണ്. പുരുഷന്മാരെ പോലെ പാൻറ്റും ഷർട്ടും യൂണിഫോം ആക്കാൻ വേണ്ടി ചില വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിൽ അതിനു മുമ്പും സമരങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും അത് ഫലപ്രാപ്തിയിലെത്താൻ ആദിവാസി സമരത്തിനിടയിൽ നടന്ന ഈ കയ്യാങ്കളി തന്നെ വേണ്ടി വന്നു. സമരം തുടങ്ങി 48 ദിവസത്തിന് ശേഷം മാത്രമാണ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. KR ഗൗരിയമ്മ, സുഗതകുമാരി എന്നിങ്ങനെ പലരുടെയും സജീവമായ ഇടപെടലിൻ്റെ പുറത്താണ് അന്ന് കാര്യങ്ങൾ അനുരഞ്ജന ചർച്ച വരെയും എത്തുന്നത്. 2001 ഒക്ടോബർ 16 ചർച്ചയ്ക്ക് ശേഷം സമരക്കാരും സർക്കാരും തമ്മിലുള്ള കരാർ തയ്യാറാക്കപ്പെട്ടു. ഭൂമിയില്ലാത്ത ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ സാധ്യതാ കണക്ക് സമരക്കാർ തന്നെ ഗവൺമെന്റിന് മുന്നിൽ വെച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കയ്യിലുള്ള 8.5 ലക്ഷം ഏക്കർ ഭൂമി കൂടാതെ വയനാട് ജില്ലയിലെ പാമ്പ്ര, കല്ലുമല, ചീയമ്പം, വനറാണി, മനലക്ഷ്മി എന്നിവിടങ്ങളിലെ ഭൂമിയും ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലായിട്ട് വനം വകുപ്പിനെ താൽക്കാലികമായിട്ട് ഏൽപ്പിച്ച 25,000 ഹെക്ടർ റവന്യൂ ഭൂമിയുടെ കണക്കും അവരന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഈ ചർച്ചയിൽ നിന്നും പ്രധാനമായും 7 തീരുമാനങ്ങളാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഒന്ന്, ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി ലഭ്യമാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അത്രയും ഭൂമി തന്നെ നൽകും. 2, മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 1 ഏക്കർ ഭൂമിയും ലഭ്യമായ ഭൂമിയുടെ അളവനുസരിച്ച് കൂടുതൽ ഭൂമിയും നൽകുന്നതാണ്. 3, നൽകുന്ന ഭൂമിയിൽ നിന്ന് ആദായമെടുക്കാനും സ്വയം പര്യാപ്തത കൈവരിക്കാനും വേണ്ടി 5 വർഷത്തേക്ക് ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. 4, ആദിവാസികൾക്ക് പുതുതായിട്ട് കൊടുക്കുന്ന ഭൂമി അവരിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ ഒരു പ്രത്യേക നിയമം പാസ്സാക്കും. 5, കേരളത്തിലെ ആദിവാസി പ്രദേശങ്ങൾ ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ ഷെഡ്യൂൾഡ് ഏരിയയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന മന്ത്രിസഭ പ്രമേയം പാസാക്കി ആവശ്യപ്പെടും. 6, 1999 സംസ്ഥാന മന്ത്രിസഭ പാസാക്കിയ ആദിവാസി ഭൂനിയമ ഭേദഗതി ബിൽ ഹൈക്കോടതി തള്ളിയതിനെതിരെ സുപ്രീം കോടതിയിലുള്ള കേസിൻ്റെ വിധി സർക്കാർ മാനിക്കും. 7, ആദിവാസി വികസനത്തിന് ആദിവാസികളുടെ പങ്കാളിത്തത്തോടെ മാസ്റ്റർ പ്ലാൻ നിർമ്മിക്കുകയും അത് നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. വയനാട്ടിൽ ഇതിനുവേണ്ടി ഭൂരഹിതരായിട്ടുള്ള 1,00,000-ലധികം ആദിവാസി കുടുംബങ്ങളെ ആന്റണി സർക്കാർ അന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർക്ക് നൽകാൻ വേണ്ടി അന്ന് 19,000 ഏക്കറോളം സർക്കാർ വക ഭൂമിയും ഇയർമാർക്ക് ചെയ്തു വച്ചിരുന്നു. ഭൂമി വിതരണം 2002 ജനുവരിയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. മിഷൻ മാതൃകയിൽ ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മിഷനിലൂടെ ആയിരിക്കും ഇത് നടപ്പിലാക്കുക എന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പുണ്ടായിരുന്നു. ആദിവാസികളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി AK ആന്റണി സമരപ്പന്തലിൽ നേരിട്ട് വന്ന് അറിയിച്ച ശേഷമാണ് 48 ദിവസം നീണ്ട സമരം ഒക്ടോബർ 16 അവസാനിപ്പിച്ചത്. ഇങ്ങനെ കാര്യപ്പെട്ട ഉറപ്പുകൾ പലതും കിട്ടിയതിൻ്റെ പുറത്ത് അന്ന് ആദിവാസികൾ തങ്ങൾ കെട്ടിയ കുടിൽ പൊളിച്ചു നീക്കി സമരം അവസാനിപ്പിച്ചു. കേരള ചരിത്രത്തിൽ തന്നെ ആദിവാസികൾ സർക്കാരുമായിട്ട് ആദ്യമായിട്ട് ഒപ്പിട്ട ഒരു കരാറാണിത്. എന്നാൽ പിന്നീട് ഇങ്ങനൊരു ധാരണ ഉണ്ടാക്കിയതിനെപ്പറ്റി പോലും സർക്കാർ സംവിധാനങ്ങൾ മറന്നുപോകുന്നു. വലിയൊരു വാഗ്ദാന ലംഘനത്തിൻ്റെയും വഞ്ചനയുടെയും തുടക്കമായിരുന്നു ആ ഉറപ്പുകളെന്ന് അധികം വൈകാതെ തന്നെ ആദിവാസികൾ തിരിച്ചറിയുന്നു. സർക്കാർ ഉറപ്പു പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമോ എന്ന് ഏകദേശം 2 വർഷത്തോളം കാത്തിരുന്ന അവർ 2003 ജനുവരിയോടെ വയനാട്ടിലെ മുത്തങ്ങയിൽ മറ്റൊരു സമരമുഖം തന്നെ തുറന്നു. അത് വഴിവെച്ചത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പോലീസ് വെടിവെപ്പിലേക്കായിരുന്നു. കുടിൽകെട്ടി സമരത്തെ തുടർന്ന് സർക്കാർ ആദിവാസികൾക്ക് കൈമാറുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടതിൽ തുടക്കത്തിൽ കൈമാറിയ ഭൂമി ആവാസയോഗ്യമല്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു വന്നു. നിലവിൽ സംസ്ഥാനത്തുള്ള ആദിവാസി പ്രൊജക്റ്റുകളിലെ ഭൂമി തന്നെ അവർക്ക് വിട്ടുകൊടുക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടു. രേഖാമൂലം ആദിവാസി ഗോത്രസഭയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പുകൊടുത്ത കരാർ കാലാവധി കഴിഞ്ഞതോടെയാണ് ഈ വാഗ്ദാന ലംഘനത്തിനെതിരെ മറ്റൊരു സമരം ആരംഭിക്കുന്നത്.
2003 ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ മുത്തങ്ങ പ്രദേശത്തെ വനഭൂമി ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് ആദിവാസികൾ സമരം കടുപ്പിക്കാൻ തീരുമാനിക്കുന്നത്. നിയമാനുസൃതം ആദിവാസികൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. 1914 ബ്രിട്ടീഷുകാരുടെ സർക്കാർ ഓർഡറിൽ പണിയ കാട്ടുനായ്ക്ക സമുദായത്തിൽപ്പെട്ട ആദിവാസികൾക്ക് മുത്തങ്ങ ഭൂമിയിൽ പാരമ്പര്യമായിട്ട് അവകാശമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. 60കളിൽ ഇവിടെ നിന്ന് ആദിവാസികളെ കുടിയിറക്കപ്പെടുന്നു. 63 ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്ത ഈ ഭൂമി 71 വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ ഉൾപ്പെടുത്തി റവന്യൂ ഫോറസ്റ്റ് ആയിട്ട് പുനർനിശ്ചയിക്കുന്നു. മാധവ് മേനോൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് മുത്തങ്ങ പ്രദേശത്തുള്ള 12,000 ഏക്കർ ഭൂമി വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ പിടിച്ചെടുത്ത ഈ ഭൂമിയുടെ 50% ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കണമെന്ന് ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ വ്യവസ്ഥ അനുസരിച്ച് 12,000 ഏക്കറിൽ 6,000 ഏക്കറെങ്കിലും ആദിവാസികൾക്ക് നിരുപാധികം വിട്ടുകൊടുക്കേണ്ടതാണ്. ഇങ്ങനെയും മുത്തങ്ങയിൽ ഭൂമിയിൽ ആദിവാസികൾക്ക് അവകാശമുണ്ട്. ബിർളയുടെ യൂക്കാലിപ്റ്റസ് തോട്ടത്തിനായി 1975-80കളിൽ ഇവിടെ അവശേഷിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിച്ചിരുന്നു. മുത്തങ്ങയിലേക്ക് തിരിച്ചു വന്നവരിൽ ഏറെ പേരും ആ ഭൂമിയിൽ പാരമ്പര്യ അവകാശങ്ങൾ ഉള്ളവരായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ മുത്തങ്ങയിൽ തന്നെ കുടിൽ കെട്ടി സമരം നടത്താൻ അന്ന് തീരുമാനിക്കപ്പെടുന്നത്. അന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ആദിവാസികൾ മുത്തങ്ങയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചത് അതിജീവനത്തിന് ഭൂമി എന്ന തങ്ങളുടെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കാനാണ്. 2003 ജനുവരി 5-ാം തീയതി ആദിവാസി ഗോത്രസഭയിലെ CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ 800ഓളം ആദിവാസികൾ സംഘടിച്ചിറങ്ങി നൂൽപ്പുഴ പഞ്ചായത്തിലെ മുത്തങ്ങയിലുള്ള വനഭൂമി കയ്യേറി സമരം തുടങ്ങുന്നു. വയനാട്ടിൽ വനത്തിൽ കയറി കുടിൽ കെട്ടി അവകാശം സ്ഥാപിക്കാനായിരുന്നു ആദിവാസികളുടെ തീരുമാനം. അതിനായി മാസങ്ങളോളമുള്ള തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വന്യജീവി സങ്കേതം കേരള സർക്കാർ വിചാരിച്ചാൽ പോലും പതിച്ചു തരാനാവില്ല എന്നറിയാത്തവരായിരുന്നില്ല CK ജാനുവും ഗീതാനന്ദനുമെല്ലാം. മറിച്ച് ദേശീയ വന്യജീവി സങ്കേതം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ളൊരു ഭൂമിയിൽ സംഘടിപ്പിക്കുന്ന ആ പ്രതിഷേധത്തിലൂടെ കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി കൂടി ആയിരുന്നു ആ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു അന്നത്തെ ചില വിലയിരുത്തലുകൾ. മുത്തങ്ങ ഒരു വനഭൂമി ആയിരുന്നുവെങ്കിലും നിക്ഷിപ്ത വനഭൂമി ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാൻ മാധവ് മേനോൻ നേരത്തെ തന്നെ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. മുത്തങ്ങയെ ഭരണഘടനയിലെ 5-ാം പട്ടിക പ്രദേശമാക്കി മാറ്റാമെന്നും സമരക്കാർ ലക്ഷ്യമിട്ടിരുന്നു. അങ്ങനെ ഒരു വന്യജീവി സങ്കേതത്തിനുള്ളിൽ ആദിവാസികൾക്ക് അതിനെ അവരുടെ പാരമ്പര്യ ഭൂമിയായി കണ്ട് ജീവിക്കാനാകുമെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക കൂടി സമരക്കാർ ലക്ഷ്യം വെച്ചു എന്ന് മാധ്യമം വാരികയിൽ R സുനിലുമായി നടത്തിയ അഭിമുഖത്തിൽ ഗീതാനന്ദനും എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2003 ജനുവരി 3-4 തീയതികളിൽ വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആദിവാസി ഊരുകളിൽ നിന്നും പുലിതൂക്കി തിരുവണ്ണൂർ കോളനികളിൽ നിന്നും സമരത്തിനായി ആളുകൾ എത്തിച്ചേർന്നു. പട്ടിണി മരണം വ്യാപകമായിട്ട് നടന്ന കോളനിയാണ് പുലിതൂക്കി. അടിയർ, പണിയർ, കുറിച്ചർ, വേട്ടക്കുറുമർ, കാട്ടുനായ്ക്കർ തുടങ്ങിയ ഗോത്രങ്ങളിൽപ്പെട്ടവർ ഒന്നിച്ച് തങ്ങളുടെ ദൈവങ്ങളെ തുടികൊട്ടി ഉണർത്തി അനുവാദം വാങ്ങിയ ശേഷമാണ് അന്ന് മുത്തങ്ങയിലേക്ക് പുറപ്പെട്ടത്. പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഗർഭിണികളുമെല്ലാം മുത്തങ്ങയിലേക്കുള്ള ആ അതിജീവന യാത്രയിൽ ഉണ്ടായിരുന്നു. വസ്ത്രം, പാത്രങ്ങൾ, പണിയായുധങ്ങൾ, കുടിൽ കെട്ടാനുള്ള വസ്തുക്കൾ, പാരമ്പര്യ കാവിൽ കത്തിക്കാനുള്ള തിരിയും എണ്ണയും തുടങ്ങിയവയായിരുന്നു മുത്തങ്ങ എന്ന പാരമ്പര്യ ഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അവർ കൈവശം കരുതിയിരുന്നത്. പുലിതൂക്കി കോളനിയുടെ പിറകിലൂടെ ജനുവരി 5-ാം തീയതി സമരക്കാർ മുത്തങ്ങയിലേക്ക് കയറി. അവരുടെ പൂർവികർ ആരാധിച്ചിരുന്ന തമ്പുരാട്ടിക്കാവ്, അമ്പുകുത്തി ഗുളികങ്കാവ്, നെല്ലൂർ ഗുളികങ്കാവ് എന്നിവിടങ്ങളിൽ ഗോത്രപൂജ നടത്തിയ ശേഷം മുത്തങ്ങയിലെ തകരപ്പാടി, അമ്പുകുത്തി, പൊൻകുഴി എന്നിവിടങ്ങളിലെ തരിശുഭൂമിയിൽ പ്രവേശിച്ച് അവർ കുടിലുകൾ കെട്ടി. അധികം വൈകാതെ നൂൽപ്പുഴ വില്ലേജിലെ മുത്തങ്ങ റേഞ്ചിൽ ബ്ലോക്ക് 1-2 പ്ലാന്റേഷനുകളിൽ 700ഓളം കുടിലുകൾ അന്ന് ഉയർന്നു വന്നു. സമരഭൂമിയിലേക്ക് കടക്കാൻ ഒരു പ്രവേശന കവാടവും അവിടെ സമരക്കാരുടെ കാവലും ഒക്കെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ തങ്ങളുടെ ഊരുകളെ തന്നെയാണ് സമരക്കാർ അവിടെ പുനഃസൃഷ്ടിച്ചത്. ആദിവാസികൾ കുടിൽ കെട്ടി കഴിഞ്ഞ ശേഷമാണ് വനപാലകരും ഭരണകൂടവും ഈ സമരത്തിന്റെ വിവരം അറിയുന്നത്. തങ്ങൾ കുടിയേറിയ ഈ പ്രദേശത്തെ ആദിവാസി ഗോത്രസഭ ഗ്രാമസഭ മോഡലിൽ പഞ്ചായത്ത് എന്ന് വിളിച്ചു. അനധികൃത വനം കയ്യേറ്റമെന്ന് സർക്കാരും സ്വന്തം ഭൂമിയിലേക്കുള്ള പുനഃപ്രവേശനമെന്ന് ആദിവാസികളും ഒരുപോലെ വിശേഷിപ്പിച്ച ഈ നടപടിയോട് ആദ്യം നിയമപരമായിട്ടുള്ള യാതൊരു പ്രതികരണവും സർക്കാരിൽ നിന്നുണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടുതൽ ആദിവാസികൾ സമരഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഒരു മാസത്തിനുള്ളിൽ കോട്ടയം, കണ്ണൂർ, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്ന് ഏകദേശം 2000ഓളം ആദിവാസികൾ കാട്ടിലേക്ക് എത്തിച്ചേർന്നു. അധികം വൈകാതെ മുത്തങ്ങയെ ആദിവാസി സ്വയംഭരണ പ്രദേശമാക്കണമെന്ന ആവശ്യം CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്രസഭ മുന്നോട്ട് വെച്ചു. പരമ്പരാഗതമായി ആദിവാസി ജനത ഉപയോഗിച്ചിരുന്ന കാവുകളിൽ അവർ ഗോത്രപൂജയും തുടങ്ങി.
വൈകാതെ പ്രദേശത്ത് അവർ കൃഷി ചെയ്യാനും തുടങ്ങി. കുട്ടികൾക്കായി സമരഭൂമിയിൽ ഒരു പാഠശാല തന്നെ പണിതു. 28 ഊരുസഭകളാണ് സമരരംഗത്തുണ്ടായിരുന്നത് എന്ന് ഗീതാനന്ദൻ പറയുന്നു. എല്ലാ ഊരുകൂട്ടത്തിലും സമരം അക്രമാസക്തമാകരുത് എന്ന് ഒരു സർക്കുലർ മുൻകൂട്ടി തന്നെ കൊടുത്തിരുന്നു. മാവൂർ ഗോളിയർ റേവൺസിനു വേണ്ടി വൻതോതിൽ യൂക്കാലിപ്റ്റസ് നട്ടുവളർത്തിയതിൻ്റെ ഫലമായി സ്വതവേ തരിശുഭൂമിയായിരുന്ന പ്രദേശത്തായിരുന്നു അന്ന് സമരക്കാർ കുടിൽ കെട്ടിയത്. അതായത് അതൊരു വനഭൂമിയാണെന്ന് പറയാമെങ്കിലും ആ സ്ഥലം കാണുകയാണെങ്കിൽ നമുക്കതൊരു കാടാണെന്ന് തോന്നുകയില്ല. അങ്ങനെയുള്ള ആ സമരപ്രദേശത്തെ ഫെബ്രുവരിയിലെ ചൂടും ജലദൗർലഭ്യവും സമരക്കാരെ തെല്ലൊന്നുമല്ല അന്ന് വലച്ചു കളഞ്ഞത്. ഒരു ഘട്ടത്തിൽ ആ പ്രദേശത്തേക്ക് വനപാലകർ ഉൾപ്പെടെയുള്ളവർ കടക്കുന്നതിനെ നിയന്ത്രിക്കാൻ തന്നെ സമരക്കാർ തീരുമാനിക്കുന്നു. അതിനായി ദേശീയപാതയോരത്ത് തകരപ്പാടിയിൽ വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരു കാവൽപുര സമരക്കാർ സ്ഥാപിക്കുന്നുണ്ട്. പൊങ്കുഴി, അമ്പുകുത്തി എന്നിവിടങ്ങളിലും സമാനമായ ചെക്ക് പോസ്റ്റുകൾ സമരക്കാർ ഉണ്ടാക്കുന്നു. ഇങ്ങനൊരു കാവൽപുര സ്ഥാപിച്ചതിനെ തുടർന്ന് ആ മേഖലയിലെ ആദിവാസികളല്ലാത്തവരും ആദിവാസികളും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്നു. മുത്തങ്ങയിലെ ഊരുകളിൽ ആദിവാസികൾ മദ്യം നിരോധിച്ചിരുന്നു. അപരിചിതർ സമരഭൂമിയിൽ കടക്കാതിരിക്കാനായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. അതുപോലെ മദ്യപിച്ചു വരുന്നവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. സമരം ഇല്ലാതാക്കാൻ പുറത്തുനിന്നും ആക്രമണം ഉണ്ടാകുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആദിവാസികൾക്ക് പ്രവേശനം നടത്താൻ വേണ്ടി പാസ് സംവിധാനം ഉണ്ടായിരുന്നു. 24 മണിക്കൂർ കാവലും കർശനമായി തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ആദിവാസികൾ വനം കയ്യേറി സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു എന്ന് സമരക്കാർക്കെതിരെ വലിയ തോതിൽ ആക്ഷേപമുണ്ടായി. അവർക്ക് തമിഴ് പുലികളടക്കമുള്ള തീവ്രവാദി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന നിലയിലും നാട്ടിൽ കഥകൾ പ്രചരിച്ചു. ഫെബ്രുവരി 17-ന് സമരഭൂമിയിലെ കുടിലുകൾക്ക് തീ പടർന്നതായും അവിടേക്ക് തിരിച്ച വനസംരക്ഷകരെ സമരക്കാർ തടഞ്ഞു വെച്ചതായിട്ടും ഒരു വാർത്ത പടർന്നു. 18 പേരെയാണ് അന്ന് സമരക്കാർ തടഞ്ഞു വെച്ചത്. ഫോറസ്റ്റർ, ഗാർഡ്, വാച്ചർമാർ എന്നിവർക്ക് പുറമെ വനംവകുപ്പ് വാടകയ്ക്കെടുത്ത് ജീപ്പിൻ്റെ ഡ്രൈവർ, വന്യജീവി ഫോട്ടോഗ്രാഫറായിട്ടുള്ള സാലി തങ്കപ്പൻ എന്നിവരും ഈ ബന്ദികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സമരഭൂമിയിൽ തീ പിടിച്ചതിന് കാരണക്കാർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്ന് ഗോത്ര മഹാസഭ അന്ന് കുറ്റപ്പെടുത്തി. അന്ന് ഈ ഫോറസ്റ്റുകാർ ഉണങ്ങിയ ആനപ്പിണ്ടത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് സമരക്കാർ കെട്ടിയ കുടിലേക്ക് എറിയുകയായിരുന്നു എന്നും അങ്ങനെ ചെയ്തുകൊണ്ട് കാട്ടുതീ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ തങ്ങളെ കുറ്റക്കാരാക്കാനുള്ളൊരു ഗൂഢാലോചനയായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് എന്നും ആദിവാസി ഗോത്ര മഹാസഭ അന്ന് ആക്ഷേപം ഉന്നയിച്ചു. തടഞ്ഞു വെച്ചവരെ അവർ വിട്ടയക്കാൻ തയ്യാറായില്ല. ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ജില്ലാ കളക്ടറോ ജില്ലാ പോലീസ് മേധാവിയോ വരണം എന്നൊരു ഉപാധിയും അവർ മുന്നോട്ട് വെച്ചു. തടഞ്ഞു വെച്ചവരെ കാട്ടിലെ 3 കേന്ദ്രങ്ങളിലേക്ക് സമരക്കാർ മാറ്റി. അന്ന് തന്നെ കൈകൾ പിന്നിലേക്ക് കെട്ടി മരത്തോടും ഷെഡുകളിലെ തൂണുകളോടും ചേർത്ത് ബന്ധിച്ച ബന്ദികളുടെ ചിത്രവും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. തടഞ്ഞു വെക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സമരക്കാർക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. അതേസമയം ഈയൊരു നടപടി തദ്ദേശീയരായവർക്ക് സമരക്കാരോട് കൂടുതൽ വെറുപ്പുണ്ടാകാൻ കൂടി കാരണമായി. ഫെബ്രുവരി 18-ാം തീയതി ജില്ലാ കളക്ടർ കെ ഗോപാലനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് ബന്ദികളെ സമരക്കാരിൽ നിന്ന് മോചിപ്പിച്ചു. കൈകൾ പിന്നിൽ കെട്ടി 5 പേരുള്ള സംഘങ്ങളായിട്ടായിരുന്നു ഈ കൈമാറ്റം. അവരുടെ മൊഴികളുടെ പകർപ്പും ഗോത്രമഹാസഭ എന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഈ ബന്ദി സംഭവം വയനാട്ടിൽ വലിയ തോതിൽ സമരവിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയായിരുന്നു. സമരത്തെ എതിർത്തിരുന്നവർ ഇതിനെ ഒരു അവസരമായി കണ്ടു. ഗോത്രമഹാസഭ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി അതോടെ രംഗത്ത് വന്നു. മുത്തങ്ങ വന്യജീവി കാര്യാലയത്തിന് മുന്നിൽ വെച്ച് ഇവർ റോഡ് ഉപരോധിച്ചു. ആദിവാസികളെ ബലമായി തന്നെ പുറത്താക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയും അല്ലാത്തപക്ഷം കാട്ടിൽ കടന്ന് സമരക്കാരെ തുരത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകൂടി ചെയ്തു. അതോടെ തങ്ങളുടെ അടുത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരെ തടയാൻ അമ്പും വില്ലുമായിട്ട് ആദിവാസികളും സജ്ജരായി തന്നെ നിന്നു. അടുത്ത ദിവസം നൂൽപ്പുഴ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ആഹ്വാനം ചെയ്ത ഹർത്താൽ നടന്നു. നക്സൽ മോഡൽ സായുധ വിപ്ലവമാണ് മുത്തങ്ങയിൽ നടക്കുന്നത് എന്ന് പല പത്രങ്ങളും ആ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തു. സമരം അക്രമാസക്തമാകുന്നു എന്ന് കണ്ടതോടെ മുത്തങ്ങയിൽ നിന്ന് സമരക്കാരെ ഒഴിപ്പിക്കാൻ തന്നെ സർക്കാർ തീരുമാനിക്കുന്നു. ഫെബ്രുവരി 19-ാം തീയതി പോലീസിന് അതിനുവേണ്ടി ബലപ്രയോഗം നടത്തി നോക്കാമെന്നും തീരുമാനമായി. കേരള ചരിത്രത്തിലെ തന്നെ ഒരു വലിയ തീരാ കളങ്കമായി മാറിയ തീരുമാനമായിരുന്നു അത്. 2003 ഫെബ്രുവരി 19-ന് രാവിലെ തന്നെ പോലീസ് സമരപ്രദേശത്തേക്ക് എത്തിയത് വൻ സന്നാഹവുമായിട്ടാണ്. വയനാട് ജില്ലയിലെ വനസംരക്ഷണ സേന മുഴുവനായും പോലീസിന്റെ ഭൂരിഭാഗവും അതിരാവിലെ തന്നെ തകരപ്പാടിയിലെത്തുന്നു. ഏതാണ്ട് 1000-ഓളം പേരാണ് എന്തിനും സജ്ജരായി അവിടെ അന്നേ ദിവസം തകരപ്പാടിയിലെ വയലിൽ നിലയുറപ്പിച്ചത്. ഇവർ വന്ന വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവർക്ക് പിന്നിലായും കാണാമായിരുന്നു. വെളിച്ചം പരന്നു തുടങ്ങിയതോടെ ആദിവാസികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന കൂട്ടം അംഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി.
അതോടെ പ്രക്ഷോഭകർ വനഭൂമി വിട്ട് ഒഴിഞ്ഞു പോകണമെന്നും ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കുമെന്നുമൊക്കെ ഉച്ചഭാഷിണിയിലൂടെ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഈ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ആദിവാസികൾ അവരുടെ ദൈനംദിന പ്രവൃത്തികളിലേക്ക് കടന്നു. തങ്ങളുടെ ഭാഗത്തു നിന്ന് വിശേഷിച്ച് പ്രകോപനങ്ങളൊന്നും തന്നെ അങ്ങോട്ടുണ്ടാകാത്ത സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് ഒരു നടപടി ആ സമയത്ത് സമരക്കാർ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല, മുൻകൂട്ടി കാണുന്നുമില്ല. രാവിലെ 8:30 മുൻകൂർ നിശ്ചയിച്ചിട്ടെന്ന മട്ടിൽ അവിടെ അണിനിരുന്ന സായുധ പോലീസ് സേന കാടിനുള്ളിലേക്ക് നടന്നു കയറുന്നു. അവരിങ്ങനെ കാടിളക്കി വരുന്നത് കണ്ടപ്പോൾ കാവൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആദിവാസികൾ കാര്യം പന്തിയല്ല എന്ന് കണ്ട് കാട്ടിനുള്ളിലേക്ക് പിൻവാങ്ങി. ഈ കാവൽ പോസ്റ്റുകളും താണ്ടി മുന്നോട്ട് പോകുന്ന പോലീസ് ഫോഴ്സ് ഏതാണ്ട് 9:30 മണിയോടെ സമരക്കാർ കൃഷിക്കായി മണ്ണൊരുക്കിയ ഇടത്തേക്കെത്തി. കീഴടങ്ങാനുള്ള നിർദ്ദേശം തള്ളിയ സമരക്കാർക്ക് നേരെ പോലീസ് അപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ചെറുത്തു നിൽക്കാനുള്ള സമരക്കാരുടെ ശ്രമത്തിൽ സായുധ പോലീസ് സംഘത്തിലെ 3 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. തുടക്കത്തിലെ ഈ സംഘർഷത്തിൽ കുപിതരായിട്ടുള്ള ആദിവാസികൾ കുടിലുകൾക്കും അടിക്കാടിനും തീയിട്ട് തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കി. അതേസമയം പോലീസാകട്ടെ സമരഭൂമിയിൽ കയറിയ ശേഷം കണ്ണിൽ കണ്ട സകല ആദിവാസി ഷെഡുകളും തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. കുടിലുകൾക്ക് തീയിട്ടിട്ടും ഇറങ്ങിപ്പോകാൻ തയ്യാറാവാത്ത ആദിവാസികളിൽ പലരും അവിടെ തന്നെ തുടർന്ന് പോലീസുമായിട്ട് ഏറ്റുമുട്ടി. ഈ ബഹളത്തിനിടയിൽ സമരക്കാർക്ക് പലർക്കും പൊള്ളലേറ്റു. എണ്ണത്തിലും സായുധ ബലത്തിലും മുന്നിലായിരുന്ന പോലീസ് സംഘത്തിനു മുന്നിൽ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ ആദിവാസി സമരക്കാർക്ക് അന്ന് സാധിക്കുന്നില്ല. കൺമുന്നിൽ കിട്ടിയവരെ എല്ലാവരെയും അവർ സമരക്കാരാണോ കാഴ്ചക്കാരാണോ എന്നൊന്നും അന്വേഷിക്കാൻ മെനക്കെടാതെ പോലീസ് അന്ന് പൊതിരെ ലാത്തിക്ക് തല്ലി വാനുകളിലേക്ക് ചുരുട്ടുകൂട്ടി വലിച്ചെറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സമരക്കാരിൽ ആദ്യം അറസ്റ്റ് വരിച്ചവർ പോലീസിനെ ഒരു തരത്തിലും ആക്രമിച്ചവരായിരുന്നില്ല. എന്നിട്ടും അവരെ എല്ലാവരെയും പോലീസ് വാഹനത്തിനുള്ളിലിട്ട് തല്ലിച്ചതച്ചു. സമരഭൂമിയിൽ പോലീസിനെ എതിർത്ത് നിന്നവർക്കും അത് തന്നെ ആയിരുന്നു അനുഭവം. അമ്മമാരുടെ ഒക്കത്തിരുന്ന കുഞ്ഞുങ്ങളെപ്പോലും പോലീസുകാർ അന്ന് ബലം പ്രയോഗിച്ച് വേർപെടുത്തി കൊണ്ടുപോയി എന്ന് RK ബിജുരാജ് അക്കാലത്ത് ഭരണകൂട വേട്ടയാടലിനെ തുടർന്ന് ഒളിവിൽ പോയ ഏഷ്യാനെറ്റ് ലേഖകൻ MK രാംദാസിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. പരിക്കേറ്റ് നിലത്തു വീണ പലരെയും പോലീസ് നിലത്തുകൂടി വലിച്ചിഴച്ച് വനത്തിന് പുറത്തേക്ക് എത്തിച്ചു. സമരക്കാരിൽ പലരും പോലീസിന്റെ ആക്രമണം ഭയന്ന് ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങി. എന്നാലും പൂർണ്ണമായും കീഴടങ്ങാൻ അപ്പോഴും സമരക്കാർ തയ്യാറായിരുന്നില്ല. സമരക്കാരും പോലീസുകാരും തമ്മിൽ ഇങ്ങനെ സംഘർഷം തുടരുന്നതിനിടയ്ക്ക് സേനയിലെ ഒരു വിഭാഗം ഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടി തൽക്കാലത്തേക്ക് പിന്തിരിയുന്നു. എന്നാൽ ഈ കാര്യം അറിയാതെ അതേ ആക്ഷൻ ഫോഴ്സിന്റെ ഭാഗമായിരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു ചെറിയ സംഘം അപ്പോഴും സമരക്കാരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. രാവിലെ 9:30 അമ്പുകുത്തിമലയിൽ പ്രവേശിച്ച ഇവർ കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് കുടുങ്ങിപ്പോകുന്നു. കുറച്ച് അകലിൽ നിന്ന് ആദിവാസികളുടെ മുദ്രാവാക്യം കേട്ട് അവർ തങ്ങളെ ആക്രമിക്കുമെന്ന് ഭയന്ന് ഓടിയ ഈ സംഘം ആദിവാസി ഊരുകൾക്കുള്ളിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇങ്ങനെ എത്തിപ്പെട്ട വിനോദ് എന്നു പേരുള്ള ഒരു പോലീസുകാരനെയും ഒപ്പം കണ്ണൻ, ശശിധരൻ എന്നീ വനപാലകരെയും ആദിവാസികൾ വളഞ്ഞു പിടികൂടി. ഇരുകൂട്ടരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇവർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടെ പൊൻകുഴിക്കടുത്ത് ദേശീയപാതയിൽ നിന്ന് അധികം അകലെയല്ലാതെ വനത്തിലെ ഒരു പുല്ലുപുരയിൽ കൈകൾ കൂട്ടിക്കെട്ടി ബന്ദികളായ ഇവരെ സമരക്കാർ എത്തിച്ചു. 3 പേരെയും തടവിൽ വെച്ച് ചുറ്റും വലയം തീർത്ത് അമ്പും വില്ലും കത്തിയുമായി സമരക്കാർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരുന്നു. അവർ നിന്നിരുന്ന ഷെഡിന് ചുറ്റും അപ്പോഴും തീക്കുണ്ടങ്ങൾ എരിഞ്ഞുകൊണ്ടിരുന്നു. ഷെഡിൽ നിന്ന് 20 മീറ്റർ അകലെ നിലയുറപ്പിക്കാനേ അന്ന് പോലീസിനായുള്ളൂ. ബന്ദികളുടെ ദേഹത്തു നിന്നും മുറിവേറ്റ ആദിവാസികളുടെ ദേഹത്തു നിന്നും അപ്പോൾ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു. അന്ന് പരിക്കേറ്റ വിനോദടക്കമുള്ളവരെ സമരക്കാർ ബന്ദികളാക്കുകയായിരുന്നില്ല, മറിച്ച് അവർക്ക് ചികിത്സ കൊടുക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്നാണ് അന്ന് സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഗീതാനന്ദൻ പറയുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും ഈ ആദിവാസി കുടിലുണ്ടായിരുന്ന പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാണുന്നതിന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കടക്കം സാധിച്ചിരുന്നു. മുറിവേറ്റവർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി ഡോക്ടർമാർ വരാൻ തയ്യാറായിട്ടും പോലീസും നാട്ടുകാരും അവരെ വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അത് വൈകിപ്പിക്കുകയായിരുന്നു എന്ന് അന്നത്തെ സമര നേതാക്കൾ ഇന്നും ഉറപ്പിച്ചു തന്നെ പറയുന്നു. പരിക്കേറ്റവരുടെ ജീവൻ രക്ഷിക്കുക എന്നതിനേക്കാൾ പോലീസ് വെടിവെപ്പിന് സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്ന ആക്ഷേപത്തിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. അവശരായി കീഴടങ്ങാൻ ആദിവാസികൾ തയ്യാറായപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ വെടിവെപ്പ് ആരംഭിക്കുന്നത്. എന്തായാലും അന്ന് വെറും 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ദളിത് സമുദായ അംഗം കൂടിയായ വിനോദ് എന്ന ആ യുവ പോലീസ് ഉദ്യോഗസ്ഥൻ രക്തം വാർന്ന് സമരഭൂമിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. തെയ്യം ഉപജീവനമാക്കിയ പെരുവണ്ണാൻ ജാനകി ദമ്പതികളുടെ മകനായിരുന്നു മരിച്ച വിനോദ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം സക്കറി എഴുതിയ പോലീസ് മനുഷ്യനാണോ എന്ന ലേഖനത്തിൽ പോലീസ് വെടിവെപ്പിലാണ് വിനോദ് കൊല്ലപ്പെട്ടത് എന്ന് ഒരു ആദിവാസി സ്ത്രീ നടത്തുന്ന ദൃക്സാക്ഷി വിവരണത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. വിനോദിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും രക്ഷിക്കാൻ ശ്രമിക്കാതെ പോലീസ് കുറ്റകരമായ അനാസ്ഥ പുലർത്തി എന്നുള്ള ആക്ഷേപം അന്നു മുതൽ നിലനിൽക്കുന്ന ഒരു വാദമാണ്.
ദളിതനായ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന് പകരം ഒരു ഉയർന്ന IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അന്നവിടെ ബന്ദി ആയിരുന്നുവെങ്കിൽ ഈ നയം പോലീസ് സ്വീകരിക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി തൻ്റെ ലേഖനത്തിൽ സക്കറിയ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ശശിധരനെയും കണ്ണനെയും മണ്ണെണ്ണയിൽ കുളിപ്പിച്ച് കെട്ടിയിടുകയും വിനോദിനെ കൊല്ലാൻ വിട്ടുകൊടുക്കുകയുമായിരുന്നു അന്ന് സമരക്കാർ ചെയ്തത് എന്നാണ് അതേപ്പറ്റിയുള്ള പോലീസിൻ്റെ ഭാഷ്യം. പോലീസ് പറയുന്നത് തങ്ങളെ ബന്ദിയായ മുറിവേറ്റ പോലീസുകാരുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോലും അന്ന് സമരക്കാർ അനുവദിച്ചില്ല എന്നാണ്. സമരക്കാരെ നേരിടാൻ വേണ്ടി അന്ന് എത്തിച്ചേരുന്നത് കേരള ആംഡ് പോലീസിൻ്റെ കണ്ണൂർ ബറ്റാലിയൻ കമാൻഡന്റ് സുരേഷ് രാജ് പുരോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. TVയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കാര്യങ്ങളെ നിയന്ത്രിച്ചു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി മനോജ് വിശ്വനാഥൻ എഴുതിയ മുത്തങ്ങ പെയിൻ അഗനി ഓഫ് എ ലോ സ്ട്രഗിൾ എന്ന ലേഖനത്തിൽ അന്ന് ആദിവാസികൾ ബന്ദിയാക്കിയ ഫോറസ്റ്റ് ഓഫീസർ ശശിധരന്റെ വിശദമായ മൊഴികളുണ്ട്. ഇതിൽ ശശിധരൻ ഗീതാനന്ദൻ അടക്കമുള്ള സമര നേതാക്കൾക്കെതിരെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പലതും ഉന്നയിക്കുന്നതും നമുക്ക് വായിക്കാനാകും. എന്തായാലും അധികം വൈകാതെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സകലരെയും വിരട്ടി ഓടിച്ച ശേഷം പോലീസ് ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്തു. 18 റൗണ്ട് വെടിപൊട്ടി അന്ന് അവിടെ. വെടിവെപ്പിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ ആദിവാസികളെ പുതപ്പിൽ പൊതിഞ്ഞ് പുറത്തു നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ കയറ്റി പറഞ്ഞുവിട്ടു. വളരെ കുറച്ചുപേർ മാത്രമേ വെടിയേറ്റ് പരിക്കുകളോടെ അന്ന് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളൂ. വെടികൊണ്ടും അടിയേറ്റും പരിക്കേറ്റവരിൽ പലരും ഭയന്ന് അന്ന് കാടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. അതുമൂലവും ഒരുപാട് പേർ അന്ന് അപകടത്തിൽപ്പെടുകയുണ്ടായി. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഒരേയൊരു ആദിവാസി ജോഗി എന്ന ചെറുപ്പക്കാരൻ മാത്രമാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അന്ന് ജോഗിയെ കൂടാതെ അജിത് കുമാർ, മാരൻ, വേലായുധൻ എന്നിവർക്ക് കൂടി വെടിയേറ്റിരുന്നു. സ്ത്രീകളടക്കം പലർക്കും ഷെല്ലേറ്റും അപകടം പറ്റി. വെടിവെപ്പ് നടന്ന കുടിലടക്കം പോലീസ് തീയിട്ടത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആക്ഷേപവും അന്ന് ഉയർന്നു വന്നു. അന്ന് സമരഭൂമിയിൽ ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ക്രൂരമായ ലാത്തിചാർജും പോലീസിന്റെ തീവെപ്പും അടക്കമുള്ള അക്രമ ദൃശ്യങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. സമര നേതാക്കളായിട്ടുള്ള CK ജാനു, ദളിത് സമരസമിതി കൺവീനർ കൂടിയായ ഗീതാനന്ദൻ എന്നിവരെ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നില്ല. സമരസ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകൾ നിരത്തി സമരം മുൻകൂർ ഗൂഢാലോചനയോടുകൂടി നടത്തപ്പെട്ട ഒരു സായുധ ആക്രമണമായിരുന്നുവെന്ന് പോലീസ് ഫോറസ്റ്റ് സേനകൾ പ്രചരിപ്പിച്ചു. പല തീവ്രവാദി സംഘടനകളുടെയും സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നുവെന്ന് വ്യാപകമായ ശ്രുതി പരന്നു. ഫെബ്രുവരി 19-നും 20-നും മുത്തങ്ങയിൽ നടപ്പിലായത് സമാനതകളില്ലാത്ത പോലീസ് അതിക്രമങ്ങളായിരുന്നുവെന്ന് ഈ സംഭവം നടക്കുമ്പോൾ വയനാട്ടിലെ ഏഷ്യാനെറ്റ് ലേഖകനായിരുന്ന MK രാംദാസ് പിന്നീട് എഴുതിയിട്ടുണ്ട്. പോലീസ് വെടിവെപ്പ് ശക്തമായതോടെ കാട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയ ആദിവാസികളുടെ കൂട്ടത്തിൽ സമര നേതാക്കളായിട്ടുള്ള ഗീതാനന്ദനും CK ജാനുവും ഉണ്ടായിരുന്നു. കാടിനുള്ളിലൂടെ നടന്ന് പലർക്കും വഴിതെറ്റി. ഇങ്ങനെ കാടിനുള്ളിലേക്ക് ഓടിക്കയറിയവരിൽ വെടിവെപ്പിൽ പരിക്കേറ്റവരടക്കം ഉണ്ടായിരുന്നു. ഇരുട്ട് പരന്നതോടെ ജാനു, ശ്രീരാമൻ കൊയ്യൻ അടക്കമുള്ളവർ കൂട്ടം തെറ്റി ഉൾക്കാട്ടിലേക്ക് പോയി. രാത്രി ഏതാണ്ട് 1 മണിയോടെ കാടിനുള്ളിൽ അമ്പുകുത്തി മലയിൽ വെച്ചാണ് പിന്നീട് ഗീതാനന്ദനും മറ്റും ജാനുവിനെയും സംഘത്തെയും കണ്ടുമുട്ടുന്നത്. കയ്യിലുണ്ടായിരുന്ന ഒരല്പം അരി കൊണ്ട് അവർ ആ കൊടുങ്കാട്ടിനുള്ളിൽ വെച്ച് കഞ്ഞി വെച്ച് കുടിച്ചു. പോലീസ് വെടിവെപ്പിൽ ജോഗി കൊല്ലപ്പെട്ടു എന്ന വിവരമോ പോലീസ് ആ സമരഭൂമിയിൽ തുടർന്ന് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചോ ഒന്നും അവരപ്പോൾ അറിയുന്നില്ല. ഇതേസമയം സമര നേതാക്കളെ കിട്ടാൻ വേണ്ടി പോലീസ് ഓരോ ആദിവാസി ഊരുകളും കയറിറങ്ങി പരിശോധിക്കുന്നുണ്ടായിരുന്നു. നൂൽപ്പുഴയിലെ ചില കോളനികളിൽ കടന്നുകയറിയ പോലീസ് ആകാശത്ത് വെടിയുതിർത്ത് എല്ലാവരെയും ഭീതിയിലാഴ്ത്തുകയുണ്ടായി. കലാപത്തിൽ പരിക്കേറ്റ സ്ത്രീകളടക്കമുള്ളവർ ചികിത്സ തേടിയ ആശുപത്രികളിൽ പോലും പോലീസ് കയറിയിറങ്ങി അവരെ ഭയപ്പെടുത്തി. സമരക്കാർക്കിടയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാവാത്ത ആദിവാസി കുട്ടികളെ ജുവനൈൽ ഹോമിൽ അയക്കുന്നതിന് പകരം പോലീസ് അന്ന് അവരെയും നിയമവിരുദ്ധമായിട്ട് ജയിലിലടക്കുകയാണ് ചെയ്തത്. ഈ കലാപ വിവരമൊന്നും അറിയാതെ അരിയും മറ്റും വാങ്ങാനെത്തിയ സമരത്തിന്റെ ഭാഗം പോലും ആകാത്ത പാവങ്ങളെപ്പോലും സ്ഥലത്തെ ഓട്ടോക്കാരും മറ്റും ചേർന്ന് പിടികൂടി അന്ന് പോലീസിൽ ഏൽപ്പിക്കുന്നു. നിരപരാധികളായിട്ടുള്ള പലരെയും അന്ന് ബലമായിട്ട് കസ്റ്റഡിയിലെടുക്കുന്നു. വെടിവെപ്പ് സംഭവത്തിന് ശേഷം പോലീസ് ആദിവാസി ജനതയ്ക്ക് നേരെ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുകയും ചെയ്തു. അന്ന് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൊല്ലപ്പെട്ട പോലീസ് ഓഫീസറായിട്ടുള്ള വിനോദിന്റെ ചിത്രങ്ങളടക്കം ഒട്ടിച്ചു വെച്ച് പോലീസുകാരുടെ വികാരം കൂടുതൽ ആദിവാസി വിരുദ്ധമാക്കാൻ ബോധപൂർവം തന്നെയുള്ള ശ്രമങ്ങളുണ്ടായി. കേരളത്തിലെമ്പാടുമുള്ള ആദിവാസി ജനതയെ വംശീയമായി തന്നെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഈ പ്രവൃത്തികളുടെ ലക്ഷ്യം. സമര നേതാക്കളായിട്ടുള്ള CK ജാനുവിനെയും ഗീതാനന്ദനെയും വേട്ടയാടി പിടിക്കുക എന്ന നയമായിരുന്നു അന്ന് പോലീസ് സ്വീകരിച്ചത്. പോലീസിൽ നിന്ന് ഒളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം തിനൂർ കോളനിയിൽ എത്തിയപ്പോൾ ഇവർ കാണുന്ന കാഴ്ച ജാനുവിൻ്റെയും ഗീതാനന്ദൻ്റെയും പേര് ചോദിച്ചുകൊണ്ട് പോലീസ് വിസിലൂതി ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്നതാണ്. അതോടെ പിടികൊടുക്കാൻ തന്നെ ഇവർ ഉറപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെയോടെ ജാനുവും ഗീതാനന്ദനും അതിനുവേണ്ടി കോളനിയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഫെബ്രുവരി 22-ാം തീയതി തിനൂർ കോളനിയുടെ തൊട്ടടുത്തുള്ള അമ്മായി പാലത്തിനടുത്ത് വെച്ച് അവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു.
തുടർന്നുണ്ടായ പോലീസിന്റെ മർദ്ദനങ്ങളെക്കുറിച്ച് ജാനു തന്റെ ആത്മകഥയായിട്ടുള്ള അടിമമക്കയിൽ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. കയ്യിൽ കിട്ടിയപ്പോൾ ഗീതാനന്ദനെയും എന്നെയും തേനീച്ച പൊതിയുന്ന പോലെയാണ് പോലീസുകാർ മർദ്ദിച്ചത്. എവിടെ നിന്നെല്ലാമാണ് അടി വരുന്നത് എന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആൺ പോലീസാണ് എന്നെ അടിച്ചതും ഉപദ്രവിച്ചതും. സ്റ്റാർട്ടാക്കി നിർത്തിയ വണ്ടിയിലേക്ക് റോഡിൽ നിന്ന് ഒറ്റ ചവിട്ടിന് ഞങ്ങളെ കയറ്റി. നമ്പികൊല്ലിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് നേരിട്ട് നല്ല റോഡ് ഉണ്ടായിരുന്നിട്ടും നമ്പികൊല്ലി കല്ലൂർ റോഡ് വഴി 4 തവണ ചുറ്റിയടിച്ചിട്ടാണ് അന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പോലീസുകാർ ബസിന്റെ മുകളിലെ കമ്പിയിൽ 2 കൈയും പിടിച്ച് തൂങ്ങി നിന്നാണ് അന്ന് ഞങ്ങളെ തൊഴിച്ചത്. തലമുടിയോടുകൂടി ചുരുട്ടിപ്പിടിച്ച് സീറ്റിന്റെ കമ്പിയിൽ തുടരെ ഇടിച്ചു. ലാത്തി വെച്ചും ബൂട്ട് കൊണ്ടും കൂട്ടമർദ്ദനമായിരുന്നു. കാലിന്റെ മേൽ ബൂട്ടിട്ട് ചവിട്ടിപ്പിടിച്ച് തിരിച്ചു കളഞ്ഞു. അപ്പോൾ പ്രാണൻ പോകുന്ന വേദനയായിരുന്നു. കണ്ണിന്റെ സൈഡിലുള്ള എല്ലിന് അടികൊണ്ട് കണ്ണ് മിഴിഞ്ഞുപോയി എന്നാണ് ജാനു തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പിടികൂടിയ ഉടനെ ഉണ്ടായ ഈ ക്രൂരമായ മർദ്ദനത്തിൽ അടിയേറ്റ് നീര് കെട്ടിയ CK ജാനുവിന്റെ ചിത്രം അടുത്ത ദിവസത്തെ പത്രവാർത്തകളും ന്യൂസ് ബുള്ളറ്റിനുകളും വഴി കേരളം മുഴുവനുമുള്ള ജനങ്ങളിലേക്ക് എത്തി. കേരളത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഈ ക്രൂരമർദ്ദനം ജാനുവിനെ പിടികൂടി പോലീസിലേൽപ്പിച്ച നാട്ടുകാർ നടത്തിയതാണ് എന്നാണ് പിന്നീട് പോലീസ് കോടതിയിൽ പറഞ്ഞത്. അറസ്റ്റ് ചെയ്ത ശേഷം നേരെ ഇവരെ കൊണ്ടുപോകുന്നത് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ വെച്ചും ജാനുവും ഗീതാനന്ദനും അടക്കമുള്ള സമരക്കാർ തുടർച്ചയായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു. പോലീസുകാർ ബൂട്ടിട്ട് ജാനുവിന്റെ അടിവയറ്റിൽ തൊഴിച്ചു. ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോലീസ് അവരെ പിന്നീട് കൊണ്ടുപോയത് ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്കാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വനിതാ പോലീസുകാരി ജാനുവിന്റെ നട്ടലിന് ബൂട്ടിട്ട് ചവിട്ടി. ആ ചവിട്ടുകൊണ്ട് ജാനു പോലീസ് സ്റ്റേഷൻ മുറ്റത്തേക്ക് മുഖം കുത്തി വീണു. ജാനുവിനെയും ഗീതാനന്ദനെയും ബത്തേരി സ്റ്റേഷനിൽ നിന്ന് അടുത്തതായിട്ട് വനം വകുപ്പിന്റെ IBയിലേക്കാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ. SP-യുടെ മുന്നിലിട്ടാണ് പോലീസുകാർ ഇടിച്ച് തന്റെ 4 വാരിയലുകൾ തകർത്തത് എന്ന് പിന്നീട് ഗീതാനന്ദൻ മാധ്യമത്തിൽ R സുനിലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ജയിലിൽ അടയ്ക്കപ്പെട്ട ജാനുവിനും ഗീതാനന്ദനും കോടതി വഴിക്കാണ് അന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ പോലും ലഭിക്കുന്നത്. അന്നങ്ങനെ ചികിത്സ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ ആരോഗ്യം പൂർണ്ണമായും തകർന്നു പോകുമായിരുന്നു. ഈ മുത്തങ്ങ സംഭവത്തിന്റെ പേരിൽ അന്ന് ബത്തേരി ഡയറ്റിലെ അധ്യാപകനായിരുന്ന KK സുരേന്ദ്രൻ എന്നൊരു നിരപരാധിയും അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനത്തിന് ഇരയാകുന്നുണ്ട്. ഗീതാനന്ദന്റെ ഡയറിയിൽ നിന്ന് സുരേന്ദ്രന്റെ നമ്പർ കിട്ടി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആദിവാസികൾക്ക് ക്ലാസ് എടുത്തവനല്ലേ നീ എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ അവരന്ന് ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്. ജാനുവും ഗീതാനന്ദനും കസ്റ്റഡിയിലായിരുന്ന സമയത്ത് പോലീസ് ജാനുവിനെ വലിച്ചിഴച്ച് സുരേന്ദ്രന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ മർദ്ദനമേറ്റ് വീങ്ങിയിരുന്ന കവിളിൽ ജാനുവിന് വീണ്ടും അതിശക്തിയായി അടി കിട്ടുന്നു. മറ്റുള്ള ആദിവാസികളോടും പോലീസ് സുരേന്ദ്രനെ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന ഉത്തരത്തിന് സുരേന്ദ്രനെയും ആദിവാസികളെയും പോലീസ് ഒരുപോലെ മർദ്ദിച്ചു. ഡയറ്റിൽ അധ്യാപകനായിരുന്ന സുരേന്ദ്രന് സത്യത്തിൽ ആദിവാസി ഗോത്ര മഹാസഭയുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് ജാനു പറഞ്ഞിട്ടുള്ളത്. പോലീസ് ആരോപിക്കുന്നത് പോലെ സുരേന്ദ്രൻ ആദിവാസികൾക്ക് ക്ലാസ് എടുത്തിട്ടുമില്ല എന്നും ജാനു പറയുന്നുണ്ട്. എന്തായാലും അന്നേറ്റ പോലീസ് മർദ്ദനത്തിൽ സുരേന്ദ്രൻ മാഷിന്റെ കർണവിടം പൊട്ടുന്നു, കേൾവി എന്നേക്കുമായിട്ട് തകരാറിലാവുന്നു. ആ പാവം മനുഷ്യന്റെ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പോലീസിന്റെ ഗുരുതര മർദ്ദനമേറ്റിരുന്നതായി വൈദ്യപരിശോധനയിൽ അന്ന് തെളിയുന്നുണ്ട്. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരത്തെ ഭീകരപ്രവർത്തനമായി ചിത്രീകരിച്ച് വന്യജീവി സങ്കേതം കയ്യേറി എന്ന കള്ളക്കഥയുണ്ടാക്കി ഭീകരമായി പോലീസ് തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്ന് ജാനു തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് അടി തുടങ്ങിയപ്പോൾ 9 മാസം പ്രായമുള്ള കുഞ്ഞുമായി കാട്ടിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന പുലിതൂക്കി കോളനിയിലെ മാളു ദിവസങ്ങളോളം ആ കാട്ടിൽ പെട്ടുപോകുന്നു. അവശതയിലായിട്ടുള്ള അമ്മയും കുഞ്ഞിനെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആ കുഞ്ഞിന്റെ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ ആശുപത്രി അധികൃതർ അന്നൊരു വാഹനം വിട്ടുകൊടുക്കാൻ പോലും മടിക്കുന്നുണ്ട്. കുഞ്ഞായതുകൊണ്ട് ജഡം പൊതിഞ്ഞുകൊണ്ടുപോയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് പ്രശ്നമായപ്പോൾ 2-ാം ദിവസമാണ് വാഹനം വിട്ടുകൊടുത്തത്. ഈ കുഞ്ഞിനെ അടക്കിയ ഉടനെ തന്നെ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തു എന്ന പേരിൽ മാളുവിനെ പോലീസ് അറസ്റ്റും ചെയ്യുന്നു. കുഞ്ഞിൻ്റെ മരണവും ഭാര്യയുടെ അറസ്റ്റും മാനസികമായി തകർത്തു കളഞ്ഞ അവരുടെ ഭർത്താവും നാരായണനും അധികം വൈകാതെ മരിച്ചു പോകുന്നു. അന്ന് മുത്തങ്ങ സമരത്തിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഞേണൻ എന്ന ആദിവാസി 3-ാം ദിവസം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിൽ മരിച്ചു പോകുന്നു. അതുപോലെ മർദ്ദനം പറ്റി മനോനില തെറ്റി പിന്നീട് തൂങ്ങി മരിച്ച ഗോപാലൻ, മർദ്ദനത്തിനിരയായി ആരോഗ്യം തകർന്ന് ശരിയായ ചികിത്സ കിട്ടാതെ മരിച്ചുപോയ പെരുവൻ തുടങ്ങി 25ഓളം പേരാണ് കസ്റ്റഡിയിലെ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് മരിച്ചുപോയത് എന്നും ജാനു അടിമമക്കയിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ വനം വകുപ്പ് മന്ത്രി ആദിവാസികളെ മനുഷ്യരായി പോലും പരിഗണിച്ചില്ല എന്നും ജാനു അടക്കമുള്ളവർ പിന്നീട് ആക്ഷേപിക്കുന്നുണ്ട്.
മുത്തങ്ങ സമരത്തിനു പിന്നിൽ CK ജാനുവിൻ്റെ രഹസ്യ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ശ്രമമാണ് എന്നായിരുന്നു അന്നത്തെ വനംവകുപ്പ് മന്ത്രി K സുധാകരൻ അഭിപ്രായപ്പെട്ടത്. ആദിവാസികൾ മുഴുവൻ കുറ്റക്കാരാണ് എന്ന നിലയിൽ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് കുറ്റവാളികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനില്ല എന്ന് അദ്ദേഹം പറഞ്ഞതെന്നും ജാനു പറഞ്ഞു. ആദിവാസി ഗോത്ര മഹാസഭയെ നിരോധിക്കുമെന്ന് അന്നത്തെ വനംവകുപ്പ് മന്ത്രിയും KPCC പ്രസിഡന്റ് K മുരളീധരനും ഒരുപോലെ പറഞ്ഞിരുന്നു. നക്സലുകളെന്നും സായുധ കലാപകാരികളെന്നുമൊക്കെയാണ് ജാനുവിനെയും ഗീതാനന്ദനെയും സുധാകരൻ അന്ന് വിശേഷിപ്പിച്ചത്. മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനു പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുണ്ട് എന്ന് പറഞ്ഞ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും നിലപാടിൻ്റെ കാര്യത്തിൽ ഒട്ടും വ്യത്യസ്തനല്ലായിരുന്നു. അധികം വൈകാതെ ഒരു നാൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുത്തങ്ങ സന്ദർശിക്കുന്നു. പ്രതിപക്ഷം ആദിവാസികളുടെ ഒപ്പമാണ് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചു കളയുന്നു. അതോടെ വെട്ടിലായ CPM സമരക്കാരുടെ ഒപ്പം ചേരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യം അന്ന് പ്രതിപക്ഷത്തായിരുന്ന LDF മുന്നോട്ട് വയ്ക്കുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനമാകെ ഇടതുപക്ഷം അന്ന് വലിയ പ്രക്ഷോഭങ്ങളും തുടർന്ന് നടത്തുന്നു. വെടിവെപ്പിനെതിരെ കേരളത്തിലെ ചിന്തകരും എഴുത്തുകാരും അടങ്ങുന്ന സമൂഹത്തിൽ നിന്ന് വളരെ വലിയ പ്രതിഷേധങ്ങളും തുടർന്നുണ്ടായി. ആദ്യ ദിവസങ്ങളിൽ പോരാട്ടം എന്ന സംഘടനയുടെ പ്രവർത്തകർ മാത്രമാണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരുന്നത്. ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായിരുന്ന MK രാംദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മാധ്യമപ്രവർത്തകരും അന്ന് വലിയ തോതിൽ പ്രതിഷേധം നടത്തി. പോലീസുകാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വരെ അന്ന് കാര്യങ്ങളെത്തി. മുത്തങ്ങ സമരത്തിന്റെ ബാക്കിയായി 12 കേസുകളാണ് അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വനഭൂമി കയ്യേറിയതുമായിട്ട് ബന്ധപ്പെട്ട 6 കേസുകളും 6 ക്രിമിനൽ കേസുകളും. ഇതിലെല്ലാം കൂടി 700ഓളം പ്രതികളുണ്ടായിരുന്നു. പോലീസ് പ്രതി ചേർത്തതിൽ 26 പേർ പിന്നീട് പല സാഹചര്യങ്ങളിലായിട്ട് മരണപ്പെട്ടു. ഇതിൽ പലരും കഠിനമർദ്ദനത്തിൻ്റെ ഫലമായിട്ട് ക്ഷയരോഗമടക്കം ബാധിച്ചാണ് മരിച്ചു പോകുന്നത്. അന്ന് 729 ആദിവാസികൾക്കെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും നീണ്ടകാലത്തെ കോടതി നടപടികൾക്കൊടുവിൽ കേസുകളിൽ നല്ല പങ്കും തള്ളിപ്പോവുകയാണ് ചെയ്തത്. തങ്ങൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പരാതി കൊടുക്കാൻ പോലും അന്ന് ആദിവാസി സമൂഹത്തിന് സാധിക്കുന്നില്ല. പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. 500ലധികം ആദിവാസികളെ പ്രതികളാക്കി കുറ്റപത്രം തയ്യാറാക്കപ്പെട്ടു. വനം വകുപ്പ് വനം കയ്യേറ്റവും വന്യമൃഗ വേട്ടയും ചുമത്തിയ കേസുകളിൽ സ്ത്രീകളടക്കം അന്ന് പ്രതികളായി. വെടിവെപ്പിൽ ജോഗി കൊല്ലപ്പെട്ട കേസ് CRPC 174 ഉൾപ്പെടുത്തി അസ്വാഭാവിക മരണം എന്ന നിലയ്ക്കാണ് അന്ന് അന്വേഷിക്കപ്പെടുന്നത്. ഇന്നും ആ മരണത്തിൽ പോലീസിന് ഒരു കോടതിക്ക് മുന്നിലും മറുപടി പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് നിഷ്പക്ഷവും സ്വതന്ത്രവുമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം സമരക്കാർ അന്നു മുതൽക്ക് തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. 2003 മാർച്ച് 23 മുത്തങ്ങ സംഭവം CBI അന്വേഷിക്കണം എന്ന നോട്ടിഫിക്കേഷൻ വന്നു. എന്നാൽ അന്ന് സമരക്കാർക്കെതിരെ ചുമത്തിയ ക്രിമിനൽ കേസുകൾ കൂടി സർക്കാർ CBIക്ക് കൈമാറിയതോടെ CBI അന്വേഷണം നിഷ്പക്ഷമല്ലാതായി എന്ന് സമരക്കാർ ആരോപിച്ചു. സമരത്തിനിടെ നടന്ന വിനോദ് എന്ന പോലീസുകാരൻ്റെ മരണവും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം എന്നൊരാവശ്യം കൂടി ആദിവാസി ഗോത്രസഭ അന്ന് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അതും എങ്ങുമെത്താതെ അവസാനിക്കുകയാണ് പിന്നീടുണ്ടായത്. അറസ്റ്റിനും പിന്നീടുണ്ടായ സംഘർഷങ്ങൾക്കുമൊക്കെ ശേഷം ആദിവാസി ഗോത്ര മഹാസഭയുമായിട്ട് സർക്കാർ നടത്തിയ തുടർച്ചയായ ചർച്ചകളുടെ ഫലമായിട്ട് മുത്തങ്ങ പാക്കേജ് പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം മുഖ്യമന്ത്രി ആന്റണി പ്രധാനമന്ത്രിയോടടക്കമെന്ന് ഉന്നയിക്കുകയുണ്ടായി. നിക്ഷിപ്ത വനഭൂമി വിട്ടുകിട്ടുക എന്നത് സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതിനായി 30,000 ഏക്കർ ഭൂമിയുടെ ഒരു പ്രൊപ്പോസൽ AK ആന്റണി നൽകുകയും അതിൽ 19,000 ഏക്കറോളം ഭൂമി കേന്ദ്രം അംഗീകരിക്കുകയുമുണ്ടായി. പിന്നീട് സർക്കാരും ഗോത്രമഹാസഭയും അംഗീകരിച്ച പട്ടിക പ്രകാരം ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനമായി. പല കുടുംബങ്ങൾക്കും പിന്നീട് ഭൂമി അസൈൻ ചെയ്ത് കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. വനാവകാശ നിയമത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ദേശീയ രംഗത്ത് പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സമരത്തിനായി എങ്കിലും വാസയോഗ്യമായ ഭൂമി എന്ന അവകാശം പലർക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മുത്തങ്ങ സംഭവത്തിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ കുടുംബത്തിന് പോലും വാസയോഗ്യമായ വീടോ അർഹമായ നഷ്ടപരിഹാരമോ നൽകുന്നതിലും ഗവൺമെന്റ് പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് ദളിത് ആദിവാസികൾക്ക് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഏതാണ്ട് 5.25 ലക്ഷം ഏക്കർ സർക്കാർ വക ഭൂമി പ്ലാന്റേഷൻ മാഫിയകൾ കൈയടക്കി വച്ചിരിക്കുകയാണ് എന്ന് ഹൈ ലെവൽ കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന തൻ്റെ സമഗ്രമായ റിപ്പോർട്ടിൽ രാജമാണിക്യം IAS വളരെ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന നിവേദിത P. ഹരൻ, സജിത് ബാബു റിപ്പോർട്ടുകളും പറയുന്നത് മറ്റൊന്നല്ല. 2019 അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന E. ചന്ദ്രശേഖരൻ നിയമസഭയിൽ കൊടുത്തൊരു മറുപടി പ്രകാരം വിവിധ മതസംഘടനകൾ കൈവശം വെച്ചിട്ടുള്ള സർക്കാർ വക ഭൂമി 11 ലക്ഷം ഏക്കറാണ്. ചുരുക്കത്തിൽ ആദിവാസികളിൽ ആളൊന്നിന് 5 ഏക്കർ വെച്ച് കൊടുക്കാൻ സർക്കാരിൻ്റെ പക്കൽ ഭൂമി നിലവിലുണ്ടായിരുന്നിട്ടും
ഒരു ഗവൺമെൻറ് പോലും അതിനൊന്നും ശ്രമിക്കാതിരുന്നത് ആദിവാസികളെ പൗരന്മാരായി ഒരാളും പരിഗണിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മുത്തങ്ങ പാക്കേജ് പ്രകാരം കൊടുക്കാനുള്ള 19,000 ഏക്കർ ഭൂമി പോലും ഇതുവരെയും വയനാട്ടിലെ ആദിവാസികൾക്ക് സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. ആദിവാസികൾ അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ, സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ വേണ്ടി അവർക്ക് അർഹതയുള്ള ഭൂമി ചോദിക്കുമ്പോൾ പേരിന് 4-5 സെന്റ് ഭൂമിയും തീരെ സൗകര്യങ്ങളില്ലാത്ത വീടുകളുമൊക്കെ നൽകി അവരെ കോളനിവൽക്കരിക്കാൻ മാത്രമാണ് മാറി മാറി വന്നിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളും എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. 2020 സാമൂഹ്യ പ്രവർത്തകനായ കെ സന്തോഷ് കുമാർ സമർപ്പിച്ച വിവരാവകാശ ഹർജി പ്രകാരം കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി 2000 മുതൽ 2018 വരെയുള്ള 18 വർഷക്കാലം കൊണ്ട് മാത്രം ചെലവാക്കിയ പണം 20,062 കോടി രൂപയാണ്. കേരളത്തിലെ വെറും 90,000-ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി, ആകെ മൊത്തം നോക്കിയാൽ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം പേർക്ക് വേണ്ടിയാണ് ഈ തുക കേരള ഗവൺമെൻറ് ചെലവാക്കി എന്ന് പറയുന്നത്. ഈ പൈസ ആളൊന്നിനു വെച്ച് വീതിച്ച് കയ്യിൽ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പോലും അവരിന്ന് ലക്ഷപ്രഭുക്കൾ ആയിരുന്നേനെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭവം മണ്ണാണ്. തലചായ്ക്കാൻ, കൃഷി ചെയ്യാൻ, ഒരു അത്യാവശ്യം വന്നാൽ ക്രയവിക്രയം ചെയ്യാൻ അല്പസ്വല്പം മണ്ണുള്ളവർക്ക് മാത്രമാണ് എക്കാലത്തും അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത്. ലോകം ചന്ദ്രനിലേക്ക് യാത്ര നടത്താൻ ഒരുങ്ങുമ്പോഴും സ്വന്തമായി ഭൂമിക്ക് വേണ്ടി കെഞ്ചേണ്ടി വരുന്ന ഒരേയൊരു കൂട്ടർ ഗോത്രവർഗ്ഗക്കാരാണ്. നമ്മുടെ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും തുല്യമായ അവകാശങ്ങളുണ്ട് എന്നാണ്. ആദിവാസികൾ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി സിസ്റ്റം ഇപ്പോഴും തുല്യ അവകാശങ്ങളുള്ള പൗരന്മാരായി അവരെ കാണുന്നില്ല എന്നതാണ്. ആദ്യം പരിഹാരം ഉണ്ടാവേണ്ടതും ആ ചിന്താഗതിക്ക് തന്നെയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.